ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മള് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ സമയം 5:34 നാളെ നമ്മൾ ഓണാക്കിയത് ഒരു സമയം തന്നെ തോന്നുന്നുണ്ട്. നാളെ നമ്മൾ രാവിലെ കുറെ നേരം ഇവിടെ പോസ്റ്റായി. അതുകൊണ്ട് നമുക്കൊരു 10-20 മിനിറ്റ് ഇവിടെ നിന്നിട്ട് ഇവിടെ നേരെ പോവാം, കടവന്തര ഭാഗത്തേക്ക് പോവാം. ഇന്നലത്തെ പോലെ CNG ഒക്കെ ഉണ്ടായിരുന്നു, 3 വട്ടം CNG ഉണ്ട്. ഏതായാലും വേഗം ഊബർ ഓണാക്കട്ടെ. സമയം 5:35 ആയിട്ടുണ്ട് കേട്ടോ. ഊബറിൽ ഒരു 500 രൂപ കൊടുക്കാണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്യാഷ് ട്രിപ്പ് കിട്ടൂല. ഇതുണ്ടോ 0 ആയിട്ടുണ്ട്. റാപ്പിഡോമ്പാട് ഓണാക്കട്ടെ. ചെറിയൊരു തിരക്കുണ്ട്, പക്ഷെ എങ്കിൽ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒന്ന് നോക്കി നോക്കാം, ഒരു 20 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കാം. ട്രിപ്പ് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലത്തെ പോലെ കടവന്തര ഭാഗത്തേക്ക് പോവാം. ഇതുണ്ടോ, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ട്രിപ്പുകൾ തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മാച്ച് വന്നിട്ടുണ്ട്. അയ്യോ, 8.9 കിലോമീറ്റർ പിക്കപ്പ്. ചേട്ടാ, ഇത് നഷ്ടമായി. റിസർവാണ് ഈ പണ്ടാരം. ഇത് ഓരോരുത്തർ ക്യാൻസൽ ചെയ്യണതാണ് ഈ സമയമാകുമ്പോൾ. പിക്കപ്പ് അവിടെ പോയിട്ട് പിക്ക് ചെയ്യാനൊന്നും പറ്റൂല. എന്താ ചെയ്യാ, ഒന്ന് വിളിച്ച് പറയാം. വേണ്ട, വിളിച്ച് പറയണ്ട. വിളിച്ച് പറഞ്ഞാൽ ഈ രാവിലെ തന്നെ 5:36 നമ്മൾ ഫസ്റ്റ് തന്നെ തെറിയാക്കേണ്ടി വരും. ഇതൊക്കെ കൊച്ചിയിലാണ് കിടക്കണത് ഇതിൻ്റെ പിക്കപ്പ്. ഞാൻ എന്തായാലും നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. ആളെ വിളിച്ച് പറഞ്ഞാലേ ആള് നല്ല ഫിറ്റ് അടിക്കും. കാരണം ആൾക്കറിയില്ല ഇപ്പോഴാണ് എനിക്ക് ട്രിപ്പ് വന്നതെന്ന്. നമുക്ക് നഷ്ടമുള്ള കാര്യമൊന്നും ആൾക്കറിയില്ല. കാരണം ഇതെന്താണോ, ഇത് ഇന്നലെ തന്നെ ഒരാൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ ട്രിപ്പ് എന്താണോ, റിസർവേഷൻ ട്രിപ്പ് പറയണത് ചിലപ്പോൾ ഇന്നലെ രാത്രി തന്നെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും ഡ്രൈവർമാർ. ആ ഭാഗത്ത് പോകുമ്പോൾ എടുക്കാന്നുള്ള രീതിയിൽ എടുത്തു വെക്കും. എന്നിട്ട് ഇപ്പോൾ വല്ല എയർപോർട്ടോ വല്ല ഏതെങ്കിലുമൊക്കെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യും, അതൊന്ന് ക്യാൻസൽ ചെയ്യും. അപ്പം പിന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ നോർമൽ ട്രിപ്പിൻ്റെ പോലെ ആയിട്ടാണ് കൊടുക്കും. ഇതിപ്പോൾ എനിക്ക് മാച്ച് ട്രിപ്പായിട്ടാണ് വന്നത്, പക്ഷേ എങ്കിൽ ഞാൻ കിലോമീറ്റർ നോക്കിയില്ല. അപ്പോൾ അതാണ് പ്രശ്നം. റിസർവേഷൻ ആകുമ്പോൾ ഇനി അവർക്ക് 20 മിനിറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം അരമണിക്കൂർ മുമ്പാണ് അവർ റിസർവേഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ റിസർവേഷൻ ആവൂല ട്രിപ്പ്. അപ്പോൾ ഇനിയിപ്പോൾ അരമണിക്കൂർ എന്തായാലും അവിടെ എത്തുമല്ലോ. അപ്പോൾ ലോങ് പിക്കപ്പ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഓർക്ക് പാകം പോലെ എത്തിയാലും പതുക്കെ സ്പീഡ് എത്തിയാലും ഓർക്ക് കുഴപ്പമില്ല. ഓർക്ക് കറക്റ്റ് സമയത്ത് അവിടെ വണ്ടി വേണം. അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ ഏതായാലും ഞാനത് ക്യാൻസൽ ചെയ്യട്ടെ, ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രിപ്പ് ഓടിക്കൂല. ഇതിലിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമുക്ക് പിക്കപ്പ് ഇത് കൊടുക്കാം അല്ലേ, വർത്തിട്ട്. യെസ്, ക്യാൻസൽ റിസർവേഷൻ. ഇത് പോവും, ക്യാൻസലേഷൻ റേറ്റ് പോവും. അതൊന്നും പോയ വിഷയമല്ല. കാരണം ആളിപ്പോൾ വിളിച്ച് കഴിഞ്ഞത് കണ്ടോ, ഇത് 2 ഇത് കണ്ടോ, ഇത് 98 വയ്ക്കണുണ്ടോ. ഇത് നമ്മൾ നാളെ റേഞ്ച് ഇല്ലാത്തടുത്ത് ആലുവ ഭാഗത്ത് നിന്നപ്പോൾ ആയതാണിത്. അന്ന് ഒരു ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അക്സെപ്റ്റ് ആയില്ല, ലോഡായിക്കൊണ്ടിരുന്നു റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അക്സെപ്റ്റ് റേറ്റ് കുറഞ്ഞു. ഇപ്പം എന്താ, ആളെ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ബുക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഫിറ്റ് അടിക്കും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാത്രി ചിലപ്പോൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം തന്നെ ഒരു വണ്ടി അക്സെപ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ പറയാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ ഞാൻ പറയാനൊന്നും അയക്കൂല, ഇങ്ങോട്ട് ഭയങ്കര തെറിയക്കരം. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ നിന്നിരൂല. കാരണം ഇത്രയും സമയം ഒരു വണ്ടി അക്സെപ്റ്റ് ആയിട്ട് ഇപ്പോൾ വണ്ടി ക്യാൻസൽ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് കലിപ്പാവും. അപ്പോൾ അവർക്കത് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ വെറുതെ ഇനി തെറിയാക്കേണ്ട രീതിയിലാണ് ഈ രാവിലെ തന്നെ നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്തു. ഞാൻ എൻ്റെ അക്സെപ്റ്റ് റേറ്റും ക്യാൻസലേഷൻ റേറ്റിനൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ അത് 2 ആയിട്ടുണ്ട്, മറ്റേ 98 ആയിട്ടുണ്ട്. ക്യാൻസലേഷൻ റേറ്റ് കുറച്ച് ദിവസം അവിടെ കിടക്കും, അത് കഴിഞ്ഞാലേ പോവുള്ളൂ. അക്സെപ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ട്രിപ്പുകൾ എടുത്താൽ അത് കൂടും. കുറേ ട്രിപ്പ് ആണ്, കുറച്ച് അധികം ട്രിപ്പ് എടുക്കണം, എന്നാലേ ഓരോന്ന് കൂടുള്ളൂ. കുറയാൻ പെട്ടെന്ന് കുറയും. അപ്പം ഇനി ഒരു 5:40 ആയിട്ടുണ്ട്. ഒരു 6 മണി വരെ നമുക്ക് ഇവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്ഥലം കാര്യമാക്കാം. ഇങ്ങനെ നിന്നു കൈയെടുത്താൽ മാച്ചാവും. മറ്റേ ഒട്ടി പോകുമ്പോൾ തൊട്ടാൽ മതി. 10 കിലോമീറ്റർ പിക്കപ്പ്, 8 കിലോമീറ്റർ ഡ്രോപ്പ്, 150. കൈ വല്ല എടുത്തുക്കണു. മാച്ച് ട്രിപ്പ് സീനാണല്ലോ. ഇനി നോക്കിയിട്ട് എടുക്കാം. ഞാൻ ഇപ്പം ഇവിടുന്ന് എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെട്ടോട്ട് എഴുതിയിട്ടാണ് ഇങ്ങനെ തൊട്ടെടുക്കണേ. ഇനി വിരലെടുക്കാന്നാലും ക്ലിക്ക് ആവും ചിലപ്പോൾ. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 5:46 ആയപ്പോൾ. മാച്ച് ട്രിപ്പ് ആട്ടോ വന്ന് 368 രൂപയുടെ ട്രിപ്പാണ്. വരാപ്പുഴക്ക് 22-23 എത്ര കിലോമീറ്റർ ഉണ്ട്. അതിന് മുമ്പ് 2 മാച്ച് ആദ്യം വന്നു, 200 രൂപയുടെ 190 ഒക്കെ, 8 കിലോമീറ്റർ 9 കിലോമീറ്റർ. അതൊന്നും നമുക്ക് കിട്ടിയില്ല. ഈ നഷ്ട ട്രിപ്പ് വലിയ നഷ്ടമൊന്നും ഇല്ല. 22 എത്ര കിലോമീറ്റർ ഉണ്ട്, 20 കിലോമീറ്ററിന് ശരിക്കും 400 രൂപ വെച്ച് കിട്ടണം. ഇത് 368 380 അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും പോയോക്കട്ടെ. പ്ലാറ്റ്ഫോം 1 തന്നെ കേട്ടോ പിക്കപ്പ്. ഇന്നാള് നമ്മൾ ഇതേപോലെ ഇവിടെ ഇങ്ങനെ കിടക്കായിരുന്നു. അന്ന് ഇതേപോലെ തിരക്കുള്ള സമയം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3-4 മാച്ച് വന്നു. നാളെ നമ്മളൊരു വലിയ ട്രെയിൻ വന്നു പറഞ്ഞില്ല, അതേപോലെ ഏതെങ്കിലും വണ്ടി വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അതന്നെ കയറാം. അപ്പോൾ ഇന്ന് നമുക്ക് ആ ട്രെയിനിൽ നിന്ന് നമുക്ക് നല്ല അടി വന്നിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് 2-3 മാച്ച് വന്നു, പക്ഷെ ഇതാണ് ക്ലിക്കായത്.
അപ്പൊ ഇനി ഞാൻ യാത്രയും പാടെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. യാത്ര റാപ്പിഡൊക്കെ ഓഫാക്കിയാണ്ട് നേരെ നിവ്യനെ പിക്ക് ചെയ്യട്ടെ. നിവ്യാണ് കസ്റ്റമർ. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, അത് നമ്മളെ വരാപ്പുഴ ഭാഗത്തേക്കായിരുന്നു. 21 കിലോമീറ്റർ എടുത്തു, 351 രൂപ, 421 ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നില്ല. ഇത് നമുക്ക് വന്നപ്പോൾ മാച്ച് ട്രിപ്പ് വന്നപ്പോൾ 23 ഇത്ര കിലോമീറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ കുറച്ചിങ്ങനെ പോന്നപ്പോൾ ഇതിൽ നിന്നൊരു 10-8 കിലോമീറ്ററോളം കുറഞ്ഞ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ആസ്റ്ററിൻ്റെ അവിടുന്ന് കണ്ടെയ്നർ റോഡ് കയറണം ശരിക്ക്. ഇപ്പോൾ വന്ന വഴി അങ്ങനെയാണ്. അതിൻ്റെ മുമ്പ് ഞാൻ പോയത് ഒരു ഫെറി വഴിയാണ്, ഒരു തോണി വഴി, ജങ്കാർ വഴി വണ്ടി കയറ്റുന്നുണ്ട്. അവിടേക്കാണ് വണ്ടി എത്തിയത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇതിപ്പോൾ വർക്കിംഗ് തന്നെയാണ്, പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ആ ഇതുണ്ടായിരുന്നത്, ജങ്കാറുണ്ടായിരുന്നത്. അത് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഏതായാലും ഒരു വണ്ടി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഒരു 3-4 മിനിറ്റ് നിന്ന്. അപ്പോൾ പിന്നെ കസ്റ്റമർ പറഞ്ഞാൽ മറ്റേ വഴി പോവല്ലോ ചോദിച്ചു. എന്നാൽ അതിലെ പോവരുത്. അപ്പോൾ ശരിക്കും ആ വഴിക്കുള്ള റേറ്റാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ 23 കിലോമീറ്റർ കണ്ട്. അപ്പോൾ അങ്ങോട്ട് പിന്നെ നോക്കുമ്പോൾ 11 കിലോമീറ്റർ. ആകെ നമ്മൾ ആ ജങ്കാർ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആകെ ഒരു 800-700 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, അക്സെപ്റ്റ് ആവുന്നുണ്ടോക്കട്ടെ. 800 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 11 മിനിറ്റായി, 11 കിലോമീറ്ററും ആയി, 29 എത്ര മിനിറ്റായി. അപ്പോൾ അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ ഫെറി വഴി പോകണമെന്ന് കരുതി. ഈ റേറ്റൊക്കെയുള്ള റോഡാന്ന് തോന്നുന്നുണ്ട് ഫെറിക്ക്. പക്ഷേ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത് ചെറിയ ട്രിപ്പാണ്, പക്ഷെ 5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തന്നെ കയറി വരാപ്പുഴ ഏകദേശം കുറച്ച് കാട്ടുമുക്കൊക്കെ എത്തിക്കണ കേട്ടോ. 5 കിലോമീറ്റർ കുറേ വളഞ്ഞ് തിരിഞ്ഞ് പോവാണ്ട്. അപ്പോൾ അത് കണ്ടെയ്നർ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്താട്ടോ. അപ്പോൾ നമ്മൾ ജങ്കാർ വഴി പോയിട്ട് കാര്യമില്ല, കാരണം ജങ്കാർ വഴി പോയാൽ നമ്മൾ ആസ്റ്ററിൻ്റെ റോട്ടിലേക്കാണ് എത്തുക. ഞാൻ ആ ജങ്കാർ വഴി ഒന്ന് പോകണമെന്ന് വിചാരിച്ചതിന് 30 രൂപക്കുള്ളൂ എന്നാണ് പറഞ്ഞത് കസ്റ്റമർ. ഏതായാലും ഇപ്പം ഇയാളെ പോയി പിക്ക് ചെയ്യട്ടെ. ഇത് എടുക്കാം, ലെഫ്റ്റാണ് ഈ വഴി കേട്ടോ, ഇതല്ല. അപ്പോൾ ജങ്കാറിൻ്റെ വഴി ഇവിടെ ഉണ്ട്, ഞാൻ കാട്ടിത്തരാം. ജങ്കാറിൻ്റെ വഴി എത്തണുള്ളൂ. ഇവിടുന്ന് റൈറ്റിക്കുള്ള അടുത്ത റൈറ്റിക്കുള്ള ഒരു ബ്ലാക്ക് വഴിയുണ്ടോ, അതാണ് ജങ്കാറുള്ള വഴി. അപ്പോൾ ഈ വഴിക്ക് വന്നപ്പോൾ കസ്റ്റമർ ആ ജങ്കാർ ഇവിടെ നിന്ന് കണ്ടു എന്നാണ് പറഞ്ഞത്. അത് ഇതുവരെ എടുത്തിട്ട് ഈ റോഡാണ് ജങ്കാറിൻ്റെ റോഡ്. ഇതാണ് ജങ്കാറിൻ്റെ റോഡ്. അവിടെ ഈ റോഡാട്ടോ. അവിടെ ഒരു ബൈക്കാരൻ നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങോട്ട് പോയപ്പോൾ. എന്താ അറിയില്ല. പിന്നെ അപ്പോൾ ഏതായാലും ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, സാധനം അങ്ങോട്ട് പോയിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞത് വണ്ടി ഉണ്ടെങ്കിൽ മറ്റേ ഭാഗത്തേക്ക് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതെന്തെനിക്കറിയില്ല. ചിലപ്പോൾ എന്തായാലും ഒരു 1/2 മണിക്കൂറൊക്കെ നിന്നിട്ട് വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ വരുമായിരിക്കും. ആകെ ഒരു 100 മീറ്ററോ 150 മീറ്ററോ ഉള്ളൂ വെള്ളത്തിൽ കൂടി. കാറിന് എത്ര 30 എത്രയൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അതിലൊന്ന് പോയി നോക്കണമെന്ന് എഴുതിയിന്, അത് നടന്നില്ല. അപ്പോൾ ഇതിന് ട്രിപ്പ് അടിച്ച് ഇതിപ്പോൾ ക്യാൻസൽ ആവുകയാണെന്നുണ്ടെങ്കിൽ പറ്റീന്. നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 450 മീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കസ്റ്റമറൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു ചേച്ചി എടുത്തത്, ഞാൻ പറഞ്ഞു ഒരു 12 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അറിയാം എന്തെങ്ങനെ ലേറ്റ് ആവണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഇങ്ങനെ ഉള്ളിലാണ്, 5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പറഞ്ഞു. 5 ഇല്ലല്ലോ, 4.8 കിലോമീറ്റർ അല്ലേ. ഏതാ 200 മീറ്ററാണ് ആ കുറച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ എത്ര സമയം കാണിക്കുന്നു ചോദിച്ചു. അപ്പം മിണ്ടാണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കോള് കട്ടായോ എന്ന് വിചാരിച്ചിട്ട് ഹലോ പറയുമ്പോൾ ഇടയ്ക്കൊരു ഹലോ പറയും. ചേച്ചി ഞാൻ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോഴും മിണ്ടാട്ടല്ല. നമുക്ക് വരാക്കാൻ താല്പര്യം ഉണ്ടായിട്ട് വിളിച്ചതല്ല. നമ്മൾ ഇത്ര സമയമാവും ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് വിളിക്കണതാ. പിന്നെ ഞാൻ വല്ലതും കട്ട് ചെയ്ത് എന്താ പറയണ്ടതെന്നും കൂടി അറിയണില്ല. ചേച്ചിയും പറയണില്ല. ഇതുവരെ ക്യാൻസലാക്കിയിട്ടില്ല. ഇനി ഒരു 150 മീറ്ററും കൂടി ഉള്ളൂ പിക്കപ്പിക്ക്. അവിടെ ഉണ്ടാവുമെന്നാവോ, ഇനി വേറെ വല്ല വണ്ടിയും ബുക്ക് ചെയ്ത് പോയിക്കണോ അറിയില്ല. അപ്പോൾ നമ്മളെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടോ. പിന്നെ ഈ പോണതാണ് ചേച്ചി പാവൊക്കെ തന്നെയാണ്. അത് നമ്മൾ അത്ര സമയമാവുന്നതുകൊണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിലേറെ സ്പീഡിൽ വണ്ടികൾ വരലുണ്ടോ ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് എത്തലുണ്ട് വണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കുറച്ച് അപ്പുറത്തായിരുന്നു. അപ്പോൾ എന്നോട് എവിടെയായിരുന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ തോണി നിൽക്കണ അവിടെ പള്ളിൻ്റെ അവിടെയും. അപ്പോൾ അങ്ങനെ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൽ നോക്കിയപ്പോൾ 11 മിനിറ്റ് സമയം കണ്ടു. അപ്പോൾ അത് പറയാൻ വേണ്ടി വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോന്നു. ഇപ്പോൾ നമുക്കൊരു അടുത്തൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. 250 രൂപയുടെ ട്രിപ്പാണ് ജോസഫ്. അപ്പോൾ ഇനി ജോസഫിനെ പോയി പിക്ക് ചെയ്യട്ടെ. ഇവിടെ ഏകദേശം
ഈ ഉള്ളേരിയയിൽ തന്നെയാണ്. പക്ഷേ 1.9 കിലോമീറ്റർ പോവാണ്ട് 6 മിനിറ്റ്. ഇനിയിപ്പോൾ ആളെ വിളിച്ച് പറയണോ? വേണ്ട, 6 മിനിറ്റ് അല്ലേ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ഇത് സ്ഥലം കൊങ്ങർപ്പള്ളി കേട്ടോ. കൊങ്ങർപ്പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്നാണ് പിക്കപ്പ്. ഇവിടുന്ന് ഒരു 900 മീറ്ററും കൂടി ഉണ്ട്. ഞാനൊരു ചായ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കണോടത്തോളം ഇങ്ങനെ എടുത്ത് ഓടുക. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ നമ്മൾ ലോക്കാവും. എന്നാലും നമുക്ക് ഊബറിൽ എത്ര സമയം കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചറിയാം. അങ്ങനെ നമ്മൾ ജോസഫിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടു. അത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് 261 രൂപ കേട്ടോ അതിന് കിട്ടിയത്. 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 735 രൂപ. സമയം 7:36. അപ്പോൾ ഇനി ചായ എടുക്കണം. ആലുവന്ന് ട്രിപ്പ് അടിക്കുകയൊക്കെ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഫൈൻ കിട്ടിൻ്റെ അവിടെ, ഫൈൻ കിട്ടാത്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ അടിയിൽ വന്നിട്ട് ഹോട്ടലിൽ നിന്ന് ചായ അടിക്കുക. അപ്പോൾ അതുവരെ ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ. ഈ വാഗനർ എന്താ പോകാത്തത്? നമ്മളിപ്പോൾ വന്ന ആളെ ജോസഫ് മറ്റേ ഈ ട്രെയിനിങ് ക്ലാസ്സും അങ്ങനത്തെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാളാണ്. ഹോട്ടൽ പരമായിട്ട് എന്തൊക്കെ പരിപാടികളൊക്കെ ഉള്ളത്. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. നമുക്ക് ഈ റേറ്റ് ആട്ടോ, ഇവിടെ നിന്നുള്ള റേറ്റാണ്. അപ്പോൾ ആൾ അവിടുന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് സംസാരം. ആദ്യം അവിടെ എന്താ പേര്, സ്ഥലവും കാര്യങ്ങളും ചോദിച്ച്, പിന്നെ അങ്ങോട്ട് തുടങ്ങി വണ്ടിനെ കുറിച്ചും CNG കുറിച്ചും ട്രംപിനെ കുറിച്ചും. എനിക്കാണെങ്കിൽ ഒരു തേങ്ങൻ്റെ മൂഡ് അറിയണില്ല. ഈ ഓട്ടോറിക്ഷ വണ്ടിയാൾ നിർത്തിയിട്ടിരിക്കണോ? ഇവിടെ നമ്മൾ ഇന്നാൾ നിർത്തിയിട്ടീനെ. പക്ഷെ നമുക്ക് അന്ന് ഫൈൻ കിട്ടി. അയ്യോ, ഇവിടെ ചെങ്ങലിട്ടല്ലോ. അധികൃത വണ്ടികൾ കയറിയിട്ട് ഇവിടെ ചെങ്ങലിട്ട് ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇതിൽ കയറ്റിയിട്ട് ഇവിടെ പാർക്ക് ചെയ്താൽ മതി. ഇവിടെ നല്ലൊരു സ്പേസ് കിടക്കുന്നുണ്ട് പാർക്കിങ്. അപ്പോൾ ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ ആരോ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടോളിയും. അല്ലെങ്കിൽ നല്ല ഫൈനും വാങ്ങിയിട്ട് പോവാം രാവിലെ തന്നെ. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല പാർക്കിംഗ് ഉണ്ട്. അപ്പുറത്താണ് ഞാൻ ഇന്നാൾ നിർത്തിയത്. പക്ഷേങ്കിൽ അവിടെ കയറുന്ന അവിടെ മറ്റേ ചെങ്ങല വെച്ചിട്ടുണ്ട്. അവിടെ ചെങ്ങല വെച്ചിട്ടുണ്ട്. അങ്ങനെ ആളെ ഫുള്ള് സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 7:38. നമ്മളിങ്ങോട്ട് പോകുന്നത് അറിഞ്ഞില്ല കേട്ടോ. ഫുള്ള് സംസാരമായിട്ടേ എത്ര മിനിറ്റ്, 25 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റേത് 9 മിനിറ്റ് ചേച്ചീൻ്റെ ട്രിപ്പ്. അതിൻ്റെ മുമ്പത്തെ 42 മിനിറ്റ് എടുത്തു. അത് 21 കിലോമീറ്ററും. അതാണ് നമുക്ക് കുറച്ച് നഷ്ടമായത്. 351 രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും പോയിട്ട് ചാടിക്കട്ടെ. നമ്മൾ വീണ്ടും ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ചായയുടെയും കാര്യങ്ങളും കഴിഞ്ഞു. 8:01 ആയിട്ടുണ്ട് സമയം. യാത്രി പാട് ഓൺ ആക്കിയിട്ടുണ്ട്. ഊബർ, റാപ്പിഡോ, യാത്രി. അപ്പോൾ വണ്ടിയിലാണ് ഞാൻ നടന്നിങ്ങനെ വന്നു. അവിടെ നിന്നാൽ മതിയായിരുന്നു. അവിടെ നിന്നാൽ പെട്ടെന്ന് അടിക്കും. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് നിന്ന് നോക്കട്ടെ. എന്നിട്ട് അടിയണില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ നടന്നു നോക്കാം. അടിച്ചു മക്കള് 3. ഇപ്പം എങ്ങനെയുണ്ട് സാധനം പോയി. അക്സെപ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താന്നോ, 10 സെക്കൻഡ് കറക്റ്റ് നിന്നില്ല. ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ സാധനം പോയി. പിന്നെ പോവാൻ വലിയൊരു മൂഡ് ഉണ്ടായില്ല. കാരണം അവിടെ നിന്ന് റിട്ടേൺ എന്തായാലും കിട്ടൂല. ഇവിടെ നിന്ന് നല്ല ഓട്ടമുള്ള ദിവസം തോന്നുന്നുണ്ട്. അത് എത്ര കിലോമീറ്ററാന്ന് നോക്കി നോക്കട്ടെ. അത് 2500. നഷ്ടമാണോ ചോദിച്ചാൽ നഷ്ടമൊന്നുമല്ല. പക്ഷെങ്കിൽ ഇന്ന് ഇവിടെ നല്ല ഓട്ടം ഉണ്ടാവും. ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ സാധനം പോയി. എടുക്കണ്ടേന്നില്ലൊരു മൈൻഡായിരുന്നു. അപ്പോൾ അത് 10 സെക്കൻഡ് ആവണതിന് മുമ്പ് തന്നെ സാധനം പോയി. വേറെ ആർക്കൊക്കെ പോയിട്ടുണ്ടാവും ആ ട്രിപ്പ്. അല്ലെന്നുണ്ടെങ്കിൽ അവരെന്നെ ക്യാൻസൽ ചെയ്തതാവും. അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും ഫേക്ക് അടുപ്പിച്ചതാവും. പക്ഷെ ആലുവന്ന് എനിക്ക് നാൾ 3 ട്രിപ്പ് കിട്ടീന് കേട്ടോ. കുറച്ച് തമിഴന്മാരെ നാള് ഒരു ഫാമിലി, തമിഴൻ ഫാമിലി. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ലോക്കൽ ട്രിപ്പ് അടിച്ചാൽ മതി. നമുക്ക് ഇൻട്രസിറ്റി പോകാൻ വലിയ താല്പര്യമില്ല. പക്ഷെ എങ്കിൽ എന്താ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. ചെറുതാണെങ്കിൽ കുഴപ്പമില്ല. മൂവാറ്റുപുഴ, തൊടുപുഴയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഓഫ് ചെയ്യണില്ല. അവിടെ കിടക്കട്ടെ. വെങ്ങൂർ വെസ്റ്റിക്ക് 22 കിലോമീറ്ററോ. ഒരു ഇൻട്രസിറ്റി പോയാൽ നമുക്ക് അടുത്ത ഇൻട്രസിറ്റി കിട്ടും. ആലുവ അതല്ല, ഇത് മറ്റേതാട്ടോ. ഇതിന് മുമ്പ് മാച്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്യാൻസലേഷനാണ്. ഞാനൊന്ന് നെട്ടി എടുത്തേക്ക് ക്യാൻസലേഷനാണ് എഴുതി. അതിൻ്റെ സൗണ്ടാണ് അത്. ആ സൗണ്ട് കേൾക്കണേ വെറുപ്പാണ്. പിന്നെ ഇങ്ങനത്തെ ഇൻട്രസിറ്റി മതി, ചെറുത് മതി. നമ്മൾ കരുതിയ പോലത്തെ ഇൻട്രസിറ്റി നമുക്ക് കിട്ടി. മൂന്നാർ പോയാലേ റിട്ടേൺ കിട്ടൂല. അപ്പോൾ ഹരിനെ പോയി പിക്കട്ടെ. ഹരി എവിടേക്കാ സ്ഥലം എനിക്ക് ഏതാ മനസ്സിലായില്ല. 8:35 ആയിക്കോട്ടെ സമയം. ഇനി രാത്രി റാപ്പിഡോ കോഫി ആട്ടെ. പിന്നെ ഇവിടെ ഉള്ള ഒരുവിധം വണ്ടികളൊക്കെ പോയി. ഇവിടെ വേറെ കുറേ വണ്ടികളായിരുന്നു. ഞാൻ ഫോണിൽ കുറച്ച് എഡിറ്റിങ്ങും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാമെന്നുള്ള ചിന്തയിൽ നിൽക്കായിരുന്നു. അപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹരിനെ ഡ്രോപ്പ് ചെയ്യട്ടെ. നമ്മളെ ഇൻട്രസിറ്റി ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. അത് നമ്മളെ ഇവിടെ കോതമംഗലം ഈ ഒരു ഭാഗത്തേക്കാണ്. കോതമംഗലം എത്തണ്ട, അതിൻ്റെ മുമ്പാണ്. അപ്പോൾ ഇത് നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. CNG വാണിംഗ് ലൈറ്റ് എത്തിയിട്ടുണ്ട്. ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പോരുന്ന വഴിക്ക് നമ്മളെ പെരുമ്പാവൂർ CNG പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ CNG ആയിട്ടില്ല. അത്
10:30 മണിയാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 9:30 മണിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും 9:24 ആയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴത്തേന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആവും. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് പെരുമ്പാവൂർ CNG പമ്പിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് പമ്പിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാം. CNG അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അടിക്കാം. അതിൻ്റെ മുമ്പ് ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോടാം. ഇന്ന് വലിയ ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ പെട്രോളിൽ പോയാലും വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഏതായാലും പോയി CNG അടിക്കണോടത്ത് പമ്പിലെത്തട്ടെ. ഇത് കസ്റ്റമർ ഒരു ചെക്കനായിരുന്നു. അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 20 കിലോമീറ്റർ കേട്ടോ, 500 സംതിങ് ഉണ്ട്, ഞാൻ നോക്കിയില്ല. 524 രൂപ കിലോമീറ്റർ ഓടിയത്. 22.10 കിലോമീറ്റർ, 43 മിനിറ്റ് എടുത്ത്. അതെന്താ വെച്ചാൽ നമ്മൾ പോരുന്ന വഴിക്ക് കുറേ നബിദിന പരിപാടികളുണ്ട്. ഒന്നൊന്നല്ല, ഈ റോട്ടിൽ കുറേ നബിദിന പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് തുറന്നാണ്ടാണ് പോകുന്നത്. ആൾക്ക് ചെറിയ തലവേദനയും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞ്. അപ്പോൾ ഇന്നലെ രാത്രി 8 മണിക്കാണ് ട്രെയിനിൽ നിന്ന് കയറിയതാണ്, ചെന്നൈയിൽ നിന്ന് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ താത്തി. ആൾ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു, ഉറങ്ങായിരുന്നു. അപ്പോൾ കുറേ റാളികൾ കണ്ടു. അതിൽ വലിയ റാളി കണ്ടു. ഏകദേശം പെരുമ്പാവൂരെത്തിയില്ല, അതിൻ്റെ കുറേ മുമ്പ് തന്നെ. നമ്മളെ നാട്ടിലൊന്നും ഞാൻ ഇങ്ങനത്തെ വലിയ റാളി ഞാൻ കണ്ടിട്ടില്ല. ചെറിയ റാളികളും ഉണ്ടായിരുന്നു ഈ റോട്ടിൽ കൂടി, പക്ഷേങ്കിൽ ഇത് കുറച്ച് വലിയ റാലിയായി. ഇതുണ്ടോ, ഇത് നല്ല വരിയുണ്ട്, കുറേ ആൾക്കാർ. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഉണ്ടോണ്ട് അങ്ങനത്തെ വലിയ പരിപാടിയായിരിക്കും. കൊല്ലം നടക്കണ കൊല്ലമല്ല നബിദിന പരിപാടിക്ക് ഇങ്ങനെ ഒരു ടീമും ചിലപ്പോൾ ഇവിടെ മഹലിൻ്റെ അല്ലാണ്ട് ഇറങ്ങുന്നുണ്ടാവും ചിലപ്പോൾ, എന്താ അറിയില്ല. ഇതിലുണ്ടോ കുറേ വണ്ടികളുണ്ട്, കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, കുറേ ആൾക്കാർ വണ്ടിയിലാണ്, ലോറിയിലുണ്ട്. പിന്നെ നമ്മളവിടെയൊക്കെ പറഞ്ഞാൽ ഒരു അനൗൺസ് ചെയ്യണ ജീപ്പും ഉണ്ടാവും, 2 വരി ഉണ്ടാവും. ഇവിടെ വരികളൊന്നുമില്ല, മെയിൻ റോഡായതുകൊണ്ട്, മൂന്നാർ റോഡല്ലേ. അപ്പോൾ കുറേ ആൾക്കാർ വണ്ടിയിലാണ്, കുറച്ച് ആൾക്കാർ നടക്കുകയാണ്. പിന്നെ അനൗൺസ് ചെയ്യണ വണ്ടി തന്നെ ഉണ്ട് കുറേ, ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് അനൗൺസ് ചെയ്യണ വണ്ടികൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റാളി ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഏതായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ റാളികൾ കണ്ടു, ചെറിയ റാളികൾ. അപ്പോൾ അതിൽ ഒന്നിന്ന് നമുക്ക് മിഠായി തന്നു. അപ്പോൾ ഇങ്ങനത്തെ 2 മിഠായി തന്നു. ഞങ്ങൾ ഗ്ലാസ് തുറന്നിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എനിക്കും തന്ന്. പിന്നെ കസ്റ്റമറെ കണ്ടപ്പോൾ കസ്റ്റമർ ഉറങ്ങായിരുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ തന്ന്. ഞാൻ ആളോട് വേണോ ചോദിച്ചു. അപ്പോൾ ആൾക്ക് വേണ്ട, ആൾക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഇവിടുന്ന് എന്തായാലും ഒരു 5 കിലോമീറ്ററും കൂടി ഉണ്ടാവും CNG പമ്പിലേക്ക്. പോയിട്ട് പമ്പിൻ്റെ അടുത്ത് പോയി നിൽക്കട്ടെ. CNG ഇതുവരെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കുറുപ്പമ്പടി കേട്ടോ സ്ഥലം. CNGക്ക് മാറി, അല്ല പെട്രോൾക്ക് മാറി, CNG കഴിഞ്ഞു. CNGൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് CNG കഴിഞ്ഞു. ഇപ്പോൾ പെട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കട്ട പെട്രോളുണ്ട്. ഇപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് അടിച്ചു 139 രൂപയുടെ. 7 സംതിങ് പിക്കപ്പും 5 ഡ്രോപ്പും ഉണ്ടായിരുന്നു. അത് ഞാൻ വേഗം ഇൻഡു അടിച്ച് കളഞ്ഞ്. കാരണം നമ്മളെ മൂസ്യം പറഞ്ഞ് മാച്ച് ട്രിപ്പ് വരുമ്പോൾ വേഗം ഡിലീറ്റ് ചെയ്ത് കളയണം. ആ ഒരു ഇൻഡു ഉണ്ട്, ഇൻഡു മാർക്ക്, അതും അടിച്ച് കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ട്രിപ്പായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കട്ടെ, ഇങ്ങനെ ചെയ്തിട്ട് ട്രിപ്പായിട്ട് വരുന്നുണ്ടോ നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂസ്യം പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ചെയ്യണം. കാരണം നമ്മൾ മാച്ച് വരുമ്പോൾ എന്താണെന്നോ, വേണ്ട സെപ്പറേറ്റ് ഒന്നും പോകില്ലല്ലോ, നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇൻഡു അടിച്ച് കളയുക. അങ്ങനെ നോക്കി നോക്കട്ടെ. ഇനി പിക്കപ്പ് കുറച്ച് കൂടുതലാണ്, ഒന്ന് ക്യാൻസൽ ചെയ്ത് വേറെ ബുക്ക് ചെയ്യോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ CNG പമ്പിൽ എത്തിയ ഉടനെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ക്യാൻസൽ ചെയ്തു. ഞാൻ വിളിച്ച് പറഞ്ഞു. കാരണം 6 കിലോമീറ്റർ പിക്കപ്പ്, 2 കിലോമീറ്റർ ഡ്രോപ്പ്, 102 രൂപയുടെ ട്രിപ്പായിരുന്നു. ഈ CNG ഇല്ലാതെ പെട്രോളിൽ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിക്കപ്പ് ഒരു കിലോമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 3 കിലോമീറ്ററിൽ 100 രൂപ ഇട്ടാണെങ്കിൽ വലിയ നഷ്ടമൊന്നുമില്ല. ചെറിയ ട്രിപ്പാണായിട്ട് കാര്യമില്ല, കിലോമീറ്ററിന് റേറ്റ് ഉണ്ടാവും. പക്ഷേ ഇത് 6 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മളോട് ഈ ബ്രോ ആണ് കേട്ടോ പറഞ്ഞത് 10:30 ആവുന്നത്. അപ്പോൾ CNG കുറ്റിയാണ് ഈ കാണുന്നത്. ഇത് കവർ ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ബാക്കിലൊരു വാഗനർ ഉണ്ട്, ഒരു ഗ്രേ കളർ വാഗനർ ഉണ്ട് അവിടെ. അതൊരു ടാക്സിയാണ്. CNG അടിക്കാനാണോ എന്നറിയില്ല. എന്തായാലും 9:34 ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓഫ്ലൈൻ ആക്കണോ വേണ്ട എഴുതി നിൽക്കുക. നമ്മളാ എറണാകുളം ഭാഗത്തേക്ക് ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ക്യാൻസൽ ചെയ്യിപ്പിക്കുക. ഇതാട്ടോ നമ്മളെ CNG വണ്ടി പമ്പിലേക്ക് കൊണ്ടുവരുന്ന ലോറിയാണിത്. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഇവിടെ തൊടുപുഴൻ്റെ ഒക്കെ ഏകദേശം അടുത്താണ്, അടിമാലിൻ്റെ ഒക്കെ അടുത്താണ്, വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമുക്കൊരു ഇൻട്രസിറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു. 50 കിലോമീറ്റർ ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കാക്കനാട്ടിലേക്ക് അടിക്കുമ്പോൾ 67 കിലോമീറ്ററും 2 മണിക്കൂറുമാണ് സമയം കാണിക്കുന്നത്. ഇപ്പോൾ പുറപ്പെട്ട 2:30 അവിടെ എത്തും. ഈ ട്രിപ്പ് ഇപ്പോൾ പോരണ്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ റോഡ് പണി ഉണ്ടോ, ഈ കല്ലുണ്ടോ, ഇതിലും വലിയ വലിയ കല്ലുകൾ, ടയർ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത റോഡായിട്ട് പോയി. ഇങ്ങനത്തെ വണ്ടിയൊക്കെ പോകുന്ന റോഡാണ്. ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല റോഡായിരുന്നു.
പിന്നെ ഒരു ഏകദേശം ലാസ്റ്റ് ഒരു 10 കിലോമീറ്റർ ആയപ്പോൾ കാട്ടിക്ക് കയറി. പക്ഷേങ്കിൽ ഇങ്ങനത്തെ റോഡ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ റോഡും ഉണ്ടായിരുന്നില്ല, പിന്നെ കയറ്റം ഉണ്ടായിരുന്നില്ല. ഇത് ഒരു ഒടുക്കത്തെ കയറ്റായി പോയി. ഇത് ഇവിടെയൊക്കെ കുറച്ച് കുറവാണ്. ഇവിടുന്ന് ഇനി വേറെ റോഡ് റേറ്റ് ഇറങ്ങാണ്ട് ഞാൻ എന്തായാലും ഇപ്പം ഇനി കയറിയ കയറ്റങ്ങളൊക്കെ ഞാൻ ഇറങ്ങും എന്തായാലും. എനിക്ക് കയറിയപ്പോൾ തന്നെ എനിക്കത് ഇറങ്ങണമെന്നുണ്ട്, കാരണം അത്രയും വലിയ കയറ്റങ്ങൾ. ഇനി കുറച്ച് നേരം ഒന്ന് സുഖിച്ചിറങ്ങട്ടെ ഞാൻ. ഈ ട്രിപ്പ് ഇപ്പോൾ എനിക്ക് വേണ്ടിയില്ലാന്ന് തോന്നുന്നുണ്ട്, കാരണം നല്ല കസ്റ്റമറായിരുന്നു, ഒരു ഫാമിലി ആയിരുന്നു. ഓണായിട്ട് വീട്ടിലേക്ക് ഒരു ഗസ്റ്റിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ 50 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. 40 കിലോമീറ്റർ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സംസാരിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നത്. പക്ഷേങ്കിൽ ലാസ്റ്റ് 10 കിലോമീറ്റർ ആയപ്പോൾ എനിക്ക് നല്ലോണം വെറുത്ത്. കയറ്റവും അതിനുപരി ഇങ്ങനത്തെ റോഡുമാണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ലായിരുന്ന, ചെറിയ ചെറിയ കല്ലുകളാണ്. ഇടയ്ക്കിട്ട് വലിയ വലിയ കല്ലുകൾ വരുന്നുണ്ട്, അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഇവിടെ അല്ല കേട്ടോ ശരിക്കുള്ള കയറ്റം ഇറക്കം എത്തിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വേറെ റോട്ടിലേക്ക് കയറിയതുകൊണ്ടാണ് നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടിയത്. ഇനി ഇതിമ്പോൾ റേറ്റ് തിരിയാണ്ട്, ആ റേറ്റ് തിരിഞ്ഞതിന് ശേഷമാണ് മെനക്കേടുള്ളത്. കാരണം ഇവിടെ ഫുള്ള് റോഡ് പണിയാണ്. ഏകദേശം നമ്മൾ ഒരു 10 കിലോമീറ്ററിൽ ഞാൻ പറഞ്ഞല്ലോ 10 കിലോമീറ്റർ കയറിയപ്പോൾ നമ്മൾ ഫോറസ്റ്റ് തുടങ്ങി. പക്ഷേങ്കിൽ ഇങ്ങനത്തെ റോഡ് തുടങ്ങി ഏകദേശം 1 കിലോമീറ്റർ പോകുന്നപ്പോഴത്തേന് വേക്കത്തെ ആൾക്കാർക്ക് തണുപ്പില്ല, ചൂട് ചൂട് കാരണം. അത് ഏതായാലും നന്നായി, കാരണം AC ഓഫ് ചെയ്യണം. അല്ലാണ്ട് ഈ കയറ്റൊന്നും അല്ലെങ്കിൽ തന്നെ കയറുന്നില്ല. അതിൻ്റെ ഇടയിലുണ്ട് പഴയ ഒരു അൾട്ടോ 800 പഴയ മോഡൽ. നമ്മൾ കയറ്റം ഇങ്ങനെ ഒന്നിലിട്ട് കയറുക, കാരണം 4 ആൾക്കാർ, കറക്റ്റ് 4 ആൾക്കാരാണ്. ആ 4 ആൾക്കാരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ കുറച്ച് ചെറുത്. അത് ചെറുതാണെങ്കിലും ഏകദേശം തടിയുണ്ട്. അപ്പോൾ ഒക്കെ അങ്ങനത്തെ ഫാമിലിയാണ്. 4 ആൾക്കാരായിട്ട് വണ്ടിൻ്റെ പിരാഗുണ്ടാവും. വണ്ടിക്ക് അവിടെ ഒരു നല്ല തണുത്തൊരു ഏരിയ കണ്ടാൽ റെസ്റ്റ് കൊടുക്കണം. പിന്നെന്താണെന്നോ, ഇവിടെ റെസ്റ്റ് കൊടുത്തിട്ടും കാര്യമല്ല, ഇവിടെ നിന്ന് ഒരിക്കലും ട്രിപ്പ് അടിക്കൂല. നമുക്കെന്തായാലും ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് മെയിൻ റോഡ് എത്തുള്ളൂ, അവിടെ റെസ്റ്റ് കൊടുക്കുക വണ്ടിക്ക്. കാരണം ഇനി കുറച്ച് ഇറക്കങ്ങളാണല്ലോ, അതങ്ങനെ അറിയിക്കോട്ടെ. ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, മെയിൻ റോട്ടിൽ നിന്നിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. ഞാൻ ആദ്യം ട്രിപ്പ് കുഴപ്പമില്ലാന്ന് കരുതി. 20-22 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടുന്നുണ്ട്. പിന്നെ ഭയങ്കര നഷ്ടമായി പോയി ഇങ്ങനത്തെ ഈ റോഡായതുകൊണ്ട്. ഈ 10 കിലോമീറ്ററാണ് നമുക്ക് നഷ്ടമായത്. ഈ സമയത്ത് നമ്മൾ എറണാകുളം ടൗണിലൊക്കെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിട്ടുണ്ടാവും, ഓണത്തിൻ്റെ ഓട്ടം. ഇതിപ്പോൾ വെറുതെ ഇങ്ങോട്ട് പോകുന്നത് ഇൻട്രസിറ്റി. അതാ ഈ റേറ്റ് ആട്ടോ ഞാൻ പറഞ്ഞത്. ഇത് വേറെ ഏതോ റോഡാണ് ഈ കാണുന്നത്, പക്ഷേ ഈ റേറ്റ് തിരിഞ്ഞാൽ ഇതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇനിയാണ് നമുക്ക് ഇറക്കവും കയറ്റവും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാ കണ്ടോ ഈ കയറ്റം കണ്ടോ. ഇതിപ്പോൾ ഇനി വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കയറ്റം തോന്നുന്നതെന്ന് അറിയില്ല. ഞാൻ ഒന്നിലിട്ടാണ്ട് കയറ്റിയത്. ഒന്നിലിട്ടാണ്ട് നല്ലോണം ചവിട്ടാനും പറ്റൂല. ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ വെറുതെ വരമ്പി നിൽക്കും, സൗണ്ട് ഉണ്ടാവും എന്നല്ലാണ്ട് വണ്ടി കയറൂലല്ലോ. പിന്നെ അത്ര ഹെവി ലോഡാണ്. ഇതുണ്ടോ ഈ കയറ്റം നോക്കുകയാണെങ്കിൽ ഇത് 2-ലെന്തായാലും കയറൂല, 1 തന്നെ കയറുള്ളൂ, അത്രയും ലോഡ് ഉണ്ടാവണോണ്ട്. അപ്പോൾ AC ഓഫ് ചെയ്തുകൊണ്ട് അതിലും നല്ലത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ വീട്ടിലൊക്കെ ജീപ്പാണ്, ഇവിടെയൊക്കെ ജീപ്പേ നടക്കുകയുള്ളൂ. ആദ്യം ജീപ്പ് സർവീസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കണ്ടോ ഫുള്ള് മലയും കാടുമാണ്. കണ്ടോ ഈ ഒരു കയറ്റം നോക്കുകയാണെങ്കിൽ വളഞ്ഞ കയറ്റം. അവിടെ ടൂറിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ ഈ കയറ്റം കണ്ടോ, നല്ലൊരു വളവ്. ആ കയറ്റത്തിൽ നല്ല അടിപൊളി ഒരു വളവാണ് കൊടുത്തുകൊണ്ടവർ. റോഡ് പണിയിലാണ്. പിന്നെന്താ, ഇടയ്ക്ക് ഇങ്ങനത്തെ 4 വീലർ വണ്ടിയൊക്കെ കാണുമ്പോൾ കയറി പോണതാണല്ലോ, ഇവരവിടെ ഇറക്കി വിടാനും പറ്റില്ല. ഈ വീട്ടിൽ ഇതൊരു അൾട്ടോ 800 നല്ല സ്മൂത്തായിട്ട് കയറിപ്പോയി. അത് ഞാൻ നോക്കിയപ്പോൾ 3 ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ സ്മൂത്തായിട്ട് കയറി. കസ്റ്റമറും എന്നോട് പറഞ്ഞു, ഓ നല്ല സ്മൂത്തായിട്ട് പോകണ്ടല്ലോ വണ്ടി. അത് എങ്ങനെയാണ് സംഭവം എനിക്കറിയില്ല. അതാണോ ഇതൊക്കെ നല്ല കയറ്റാണ്. അടിക്കൊക്കെ ആണെങ്കിൽ എന്താ ഇറക്കം. ഇത് ആ ലോഡും വെച്ചിട്ടാണ് കയറിയാലേ. ഇത് അപ്പോഴേ എനിക്ക് തോന്നിയത് ഈ ഇറക്കം എനിക്ക് ഇറങ്ങി പോരണം, സ്വിച്ച് പോരണം. അപ്പോൾ ഗിയർ ഇടട്ടെ, അല്ലെങ്കിൽ ബ്രേക്കുമ്പോൾ പോയാലേ ബ്രേക്ക് പാഡൊക്കെ തേയും. ഗിയറിലിട്ടിട്ട് വല്ല ഇറക്കാം നല്ല. അതുകൊണ്ടൊക്കെ ഈ കയറ്റാണ് ഞാൻ കയറി പോകുന്നത് ഒന്നിലിട്ടാണ്ട്. ഇവിടെയൊക്കെ പതുക്കെട്ട് പോകുന്നത്. ഇവിടുന്ന് ഞാൻ തോന്നുന്നുണ്ട് ആ അൾട്ടോ 800 കയറിപ്പോയത്. കാരണം ഇവിടുന്ന് എനിക്ക് ഒരിക്കലും സ്പീഡ് പോകാൻ കഴിയൂല. സ്പീഡ് നല്ല 2-ലിടാൻ തന്നെ കഴിയൂല. 1-ലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഉരുട്ടി വണ്ടി എന്തായാലും നിൽക്കൂല. 1-ലങ്ങനെ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു CNG-യിലാവുകൊണ്ടായിരിക്കും ചിലപ്പോൾ വലിവില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വല്ലൊന്നും മാറ്റി നോക്കി പെട്രോൾക്ക്, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വെറുതെ പെട്രോൾ കഴിച്ചാണ്ട് എഴുതി ഞാൻ CNG തന്നെ ഇട്ടു. അങ്ങനെ അതൊരു നഷ്ട ട്രിപ്പായി. നല്ലൊരു കയറ്റം. ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ടോട്ടൽ 1510 ക്യാഷ് കളക്ട് ഉള്ളത്. 1251 നമുക്ക് കിട്ടിയത്. ഞാൻ കരുതി വല്ലതും കുറച്ച് നേരം കൂട്ടിത്തരുന്ന കരുതി, കാരണം റോഡ് അത്രക്ക് മോശമായിരുന്നു കയറി പോകാത്തതുകൊണ്ട്. പിന്നെ 1 മണിക്കൂർ 24 മിനിറ്റാണ് ഇതിന് സമയം എടുത്തത്. ഈ ട്രിപ്പിന് 50 കിലോമീറ്റർ 50.88 കിലോമീറ്ററാണ് നമുക്ക് ഈ ട്രിപ്പിന് നമുക്ക് എടുത്തത്.
ആദ്യം തന്നെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഓരോട് ചോദിച്ചത് ബുക്ക് ചെയ്തപ്പോൾ എത്ര റേറ്റ് കണ്ടു എന്നാണ്. റേറ്റ് എന്തായാലും കൂടൂല, പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നവർ നോക്കിക്കോളുണ്ട്. ഊബർ ഓടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് പോരുമ്പോൾ തന്നെ ഇടയ്ക്ക് ചോദിക്കുക അത് എത്ര ആയിരുന്നു ബുക്ക് ചെയ്തപ്പോൾ. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എവിടെ മുതലാണ് ആ റേഞ്ച് കട്ടായത് അവിടെ വരെയുള്ള റേറ്റ് അതിൽ കാണിക്കുള്ളൂ നമ്മളിൽ. എനിക്ക് പണ്ട് അങ്ങനെ ഒരു വലിയൊരു അബദ്ധം സംഭവിച്ചു. പണ്ട് എനിക്ക് ആ തൃശ്ശൂർ ഭാഗത്ത് ആ മാള ഭാഗത്ത് കൂടി ഇങ്ങനെ പോന്നപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു ഫാമിലീനെ കിട്ടി. നല്ല സംസാരിച്ച് പോന്ന് കുറേ മുമ്പാട്ടോ. എനിക്ക് അന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇൻ്റർസിറ്റിയാണ് എറണാകുളത്തേക്ക്. നല്ല സംസാരിച്ച് കമ്പനിയായി പോന്ന് ഇവിടെ എത്തിയപ്പോൾ അവരിൽ കറക്റ്റ് റേറ്റ് കാണിക്കുന്നുണ്ട്, 1000 എത്ര കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ 500 എത്ര കാണിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കിത് കൂടുതൽ വാങ്ങാനും തോന്നുന്നില്ല. പിന്നെ എന്നോട് പറഞ്ഞു 1600 എത്ര അവരിൽ കണ്ടുക്കണു. ഞാൻ പറഞ്ഞു ഇല്ല ഇതിൽ എത്ര കാണിക്കുന്നുള്ളൂ, ഇത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വലിയൊരു മണ്ടത്തര ചെയ്ത് നല്ല കിലോമീറ്ററും പോന്ന് ആ ഉള്ളിൽ കൂടി ആ മാള ഭാഗത്തു കൂടി കുറച്ച് ചെറിയ റോഡാണ്, പക്ഷെ നല്ല റോഡാണ്. വളവും തിരിവായിട്ട് അതിൽ എന്നിട്ട് ഞാൻ ആ പൈസ വാങ്ങിയത്. കുഴപ്പമില്ല ഇത് തന്നാൽ മതി, ഇന്ത്യയിൽ ഇങ്ങനെ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വാങ്ങിപ്പോന്ന്. അന്ന് നമുക്കറിയില്ല, ഇന്ന് നമ്മൾ ആ സ്ഥാനത്ത് ബുക്ക് ചെയ്ത റേറ്റ് നമ്മൾ വാങ്ങിക്കും. ചിലപ്പോൾ അവരിലേക്കാരെ കുറവ് കാണിക്കുക, നമ്മളിലാണെങ്കിൽ അവരിലാണെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റ് അവരോട് ആദ്യം ചോദിക്കുക, അത് വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും. ഈ ഒരു സംഭവം കണ്ടോ, ഇവിടെ റോഡ് പണിയാണ്. ഇവിടെ സൈഡിൽ എനിക്ക് തോന്നുന്നു പാറയാണോ, പാറല്ല മണ്ണ് ഇങ്ങനെ വലട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ ചകിരി പോലെ എന്തോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഇരുമ്പ് പോലെയുള്ള നമ്മളെ പോസ്റ്റുമുള്ള ലൈന് പോലത്തെ കമ്പിയാണത്. അങ്ങനത്തതും പിന്നെ ഉള്ളിലേക്ക് തറച്ചിട്ട് സ്ക്രൂ തറച്ച് വെച്ചിരിക്കണത്. എന്താ സംഭവം, മണ്ണ് ഇടിഞ്ഞു പോരാക്കാനാണോ? അവിടെ ഒരു ചേട്ടങ്ങ നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് കേൾക്കാലോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് ആയി കൊടുക്കാം. അങ്ങോട്ട് കയറാനാണോ എന്താ അറിയില്ല, ഇറങ്ങാനാണെങ്കിൽ വെറുതെ കൊണ്ടുപോവാ, നമുക്ക് കുറച്ച് സംസാരിച്ച് പോരാലോ. ഞാൻ അവിടെ നിർത്തിയിട്ട് പോരണോ ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഒപ്പൊരു ചേച്ചിയുണ്ട്, ഇല്ല ചിലപ്പോൾ ഇനി പൈസ കാണാൻ എഴുതിയിട്ട് അറിയില്ല, ചിലപ്പോൾ ടാക്സി ആയതുകൊണ്ട് ഈ ചെക്കൻ ചിലപ്പോൾ ഒന്നായിട്ട് ഊറ്റൊന്നും എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഒരു മേലക്കാണ് അടിക്കാണ് അറിയില്ല കേട്ടോ. അടിക്കാണെങ്കിൽ എന്തായാലും പോരേണ്ടതാണ്, മേലക്കായിരിക്കും ചിലപ്പോൾ. പക്ഷെ ആ ചേട്ടൻ അറിയാണ്ട് എന്നും പറഞ്ഞ്, പിന്നെ ചേച്ചി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇല്ല പോയിക്കോ പറഞ്ഞു. ഇങ്ങനത്തോടത്തു കൂടെയൊക്കെ പോകുമ്പോഴേ ഒരു തോർത്തുമുണ്ട് കയ്യിൽ വെക്കണം. എന്നാൽ എന്തോന്നു നല്ല തണുത്ത വെള്ളം, അവിടെയൊക്കെ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അടിയിൽ കൂടെയൊക്കെ അത് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. കുറേ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട് ചില ഭാഗത്തു കൂടി. തോർത്തുമുണ്ടുണ്ട് ഈ കുളിക്കുക. പിന്നെ എന്താ ഇങ്ങനത്തെ ഏരിയയിൽ നല്ല അട്ട ഉണ്ടാവും. അട്ട സീനാണ്. അട്ട എന്നാൾ ഞാൻ മൂന്നാർ പോയിട്ട് അവിടെ പോയിക്ക് തന്നെ ഇറങ്ങിയിട്ട് അട്ട മേത്തോടി കൂടി 2-3 ഇതിൽ കൂടി ഇപ്പോൾ ഒരു ഷിഫ്റ്റ് മണമുണ്ടോ? ഈ ഷിഫ്റ്റ് പോയപ്പോൾ ഒരു കരിഞ്ഞ മണം. അതിന് അടുത്തൊരു വണ്ടി വരുന്നുണ്ട്, ഹുണ്ടായിൻ്റെ വണ്ടി പോയപ്പോൾ മണമില്ല കേട്ടോ. ഞാൻ അതോ നമ്മളെ വണ്ടിയിൽ നിന്ന് മണം വന്നേ അറിയില്ല. ഈ ഡോറിൻ്റെ അതിൽ കൂടി ഗ്യാപ്പ് കൂടി ഇങ്ങനെ വരും, ബോണറ്റത്തെ മണോ, ബോണറ്റത്തെ ചൂടൊക്കെ. ഡോറ് തുറന്നാൽ ഇവിടുന്ന് ഒരു ചൂട് വരും. അപ്പോൾ അതിൽ കൂടി ഓപ്പണാണ്, നല്ല ഓപ്പണാണ്. ഇനി നമ്മളെ വണ്ടീൻ്റെ മണമെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങോട്ട് കത്തി കയറി വന്നിക്കണു, ഒന്നിലിട്ടാണ്ട് ഇങ്ങനെ വലിച്ച് കയറ്റി പോകുന്നതല്ലേ. ചിലപ്പോൾ ചത്തിട്ടുണ്ടാവും. നമുക്കിങ്ങനെ കുറച്ച് അടിയൊക്കെ എത്തിയിട്ട്, ഇതിപ്പോൾ ഏതായാലും ഗിയറിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കുറച്ച് കുണ്ടും കുഴിയുണ്ട്. അവിടെ എത്തിയിട്ട് അടിഭാഗം എത്തിയിട്ട് വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങോട്ട് കുറച്ച് പോകുന്നു കേട്ടോ. നമ്മൾ ആ റോഡ് പണിയിലോടത്തു നിന്നൊക്കെ പോകുന്നതുകൊണ്ടു. പിന്നെ അവർ ഞാൻ പറഞ്ഞല്ലോ നല്ല കമ്പനിയായി പോകുന്നപ്പോൾ ആദ്യം എനിക്കൊരു മിഠായി തന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു ഈത്തപ്പഴത്തിൻ്റെ എന്തൊക്കെയോ മിഠായിയാണ്, നല്ല സാധനമാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് പോന്നു. നല്ല ട്രിപ്പ്, അടിപൊളി ട്രിപ്പ്. എത്താനായി 10 കിലോമീറ്ററും കൂടി ഉള്ളൂ, 8 കിലോമീറ്ററും കൂടി ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പണിയിട്ടൽ തുടങ്ങിയില്ലേ, കയറ്റവും റോഡ് കംപ്ലൈൻറ്റും. പിന്നെ പോരവിടെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. പിന്നെ അതുമല്ല ആയിക്കൂടി വേറെ വണ്ടികൾ പോകണമുണ്ട്, അതാണ് പ്രശ്നം. ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ നാട്ടുകാരെങ്കിലും കാറ് പോകില്ലടാന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ആ ജീപ്പ് എടുത്ത് പോകാൻ പറയാം. ഇതിപ്പോൾ വേറെ വണ്ടികൾ നമ്മളെടുത്തു കൂടി പോകണമുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ മൂന്നാർ ട്രിപ്പ് പോയാൽ മതി. 2500 റുപ്യേൻ്റെ മൂന്നാർ, അതും ഇതേപോലെ തന്നെയാണ്. പക്ഷേ എങ്കിൽ അതിന് ഇത്ര കയറ്റമൊന്നും ഇല്ല, നല്ല റോഡായിരുന്നു. കുറച്ച് തണുപ്പും കൊണ്ടാണ്ട് പോരായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വേഗം മെയിൻ റോഡ് എത്തിയിട്ട് അവിടെ ഒരു 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ മൂവാറ്റുപുഴ അല്ലെങ്കിൽ തൊടുപുഴ പോവുക. തൊടുപുഴ പോയിട്ട് കാര്യം ഉണ്ടാവുമെന്ന് അറിയില്ല, മൂവാറ്റുപുഴ എന്തായാലും ഓട്ടം ഉണ്ടാവും. അവിടുന്ന് നമ്മൾ CNG അടിക്കണോടത്ത് ഒരു ഇരട്ടക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു അവിടെ നല്ല ഓട്ടം ഉണ്ട് പറഞ്ഞു. CNG അടിച്ചുകൊണ്ട് അതിലും വലിയ ഭാഗ്യം. CNG നമ്മൾ എത്രക്കാ 1 മണിക്കൂറോളം നമ്മളവിടെ നിന്നിട്ടോ. 10:45 ആയപ്പോഴാണ് CNG അടിക്കൽ തുടങ്ങിയത്. അപ്പോൾ ഇതിനൊരു 4-5-6 വണ്ടിയായിട്ട് വന്ന അവിടെ.
ഇതെന്ത് മുട്ടായിയാ? ഞാൻ ആദ്യം കഴിച്ച എന്തെങ്കിലും ചോക്ലേറ്റ് ആയിരിക്കും, ഈത്തപ്പഴത്തിൻ്റെ ഫ്ലേവർ ആയിക്കാരോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഈത്തപ്പഴം ഉണ്ട്, പിന്നെ എന്തോ ഒരു വൈറ്റ് കോട്ടിങ്ങും. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാട്ടിൽ നിന്നൊക്കെയാണ് ഇറങ്ങി പോന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഇനി നല്ലൊരു തണൽ നോക്കിയിട്ട്, ഹോട്ടലും പാടുള്ളൊരു തണൽ നോക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യുക, ഫുഡ് കഴിക്കുക. പിന്നെ വണ്ടി അവിടെ കുറച്ച് നേരം നമ്മൾ പാർക്ക് ചെയ്തിടും. ഒരു മണിക്കൂറോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ പോവാം മൂവാറ്റുപുഴയ്ക്ക്. നമുക്ക് ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇനി 30 എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കാക്കനാട്ടിക്ക്. അപ്പോൾ ഒരു അഭിരാമി അടിച്ചിരിക്കണം. പക്ഷേങ്കിൽ 13 എത്ര കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 13 തോന്നുന്നുണ്ട്. 13 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ആവുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നണേ. പിന്നെ മൂവാറ്റുപുഴയും കഴിഞ്ഞാവും. ഇവിടുന്നൊക്കെയുള്ള ട്രിപ്പ് അടിച്ചിരിക്കണേ തട്ടമുഖൻ. മൂവാറ്റുപുഴക്കിന് കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് 35 എത്ര കിലോമീറ്റർ ഉണ്ട്, 500 സംതിങ് റേറ്റും ഉണ്ട്. അപ്പോൾ ആ ഡ്രോപ്പ് എടുക്കാൻ നോക്കണം. കാരണം ഈ ഭാഗത്തേക്ക് എറണാകുളം ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിക്കപ്പ് പിന്നെ പോണ വഴിക്കുമാണ്. അപ്പോൾ കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. 49 എത്ര കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ, പിക്കപ്പും ഡ്രോപ്പും പാടെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇത് വിളിച്ചു നോക്കട്ടെ. അപ്പോളേ കസ്റ്റമറേക്ക് അടിച്ചിട്ട് എടുക്കണില്ല. ഞാൻ ജസ്റ്റ് ഒരു ഹലോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതും കണ്ടിട്ടില്ല. അപ്പോൾ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോളും. നമുക്കെന്തായാലും മൂവാറ്റുപുഴ പോകണം. മൂവാറ്റുപുഴ പോയിട്ട് വെയിറ്റ് ചെയ്യുക. അവിടെ എത്തോളം കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക. അവരെന്തായാലും വിളിച്ചിട്ട് എടുക്കണില്ല. ഇനി വല്ല ഫേക്ക് അടുപ്പിച്ചതാണോ അറിയില്ല. കാരണം മൂവാറ്റുപുഴയും കഴിഞ്ഞ് ഏകദേശം നമ്മൾ ഇത് കാണുന്നുണ്ട്, ഹെഡ് കാണുന്നുണ്ട് കേട്ടോ. അവർ നമ്മളെ വിളിക്കുന്നില്ല, കോൺടാക്റ്റ് ഒന്നുമില്ല. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് എന്തായാലും മുമ്പൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. വേണ്ട, അങ്ങോട്ട് നമുക്ക് എന്തായാലും പോകേണ്ട ആവശ്യമുണ്ട്. മൂവാറ്റുപുഴ അങ്ങോട്ടാണ്. നമ്മൾ ഈ സ്ഥലം ഏതാ അറിയോ? നമ്മളിപ്പോൾ ഇന്നലെ മിന്നാന്നായിട്ട് ഒരു ഇൻട്രസിറ്റി പോകുന്നല്ലോ, അന്ന് നമ്മൾ വിശ്രമിച്ചതിൻ്റെ സ്ഥലമാണിത്. അപ്പോൾ ആ പെണ്ണെന്തായാലും അഭിരാമി എന്തായാലും അടിച്ചിട്ട് എടുക്കുന്നില്ല. ഹെഡ് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഞാൻ മൂവിങ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വിളിക്കാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇടട്ടെ, ഇവിടെ തണലത്ത് കുറച്ച് നേരം ഇട്ടിട്ട് ബോണറ്റൊക്കെ ഒന്ന് പൊക്കി വെക്കട്ടെ. വണ്ടി ഇവിടെ നിന്ന് നല്ല വെയിലാണ്. ഈ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ കുറച്ച് തണലുണ്ട്, അവിടെ കയറ്റിങ്ങാണ്ട് വണ്ടിൻ്റെ ബോണറ്റൊക്കെ ഒന്ന് പൊക്കി കുറച്ച് നേരം ഇടട്ടെ. അപ്പോൾ വണ്ടി അനങ്ങാക്കുമ്പോൾ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് പോവാം. ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ കോൾ ചെയ്തു, അവരെടുക്കണില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് മെസ്സേജ് അയച്ചു. ഒരു ഹലോ 3-4 അയച്ചപ്പോൾ കണ്ടപ്പോൾ എന്നോട് വേറെ അറിയുമോ എന്നുള്ള മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് കോൾ വന്നു, പക്ഷേ എങ്കിൽ അപ്പം തന്നെ കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ എവിടെ ഡ്രോപ്പ് ലൊക്കേഷൻ ചോദിച്ചു. കാരണം പിക്കപ്പ് ഇനിയും നമുക്ക് കാക്കനാടൊക്കെ പോകുന്ന ആ ഭാഗത്തേക്കാണ്. അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ എങ്കിൽ ഡ്രോപ്പ് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ അതിന് റിപ്ലൈ വന്നില്ല. അത് നേരെ ക്യാൻസലായി. അതേതായാലും നമുക്ക് നന്നായി. എനിക്ക് ആ ട്രിപ്പ് പോകാനും വലിയ മൂഡില്ല. കാരണം ഇത് വല്ല ഫേക്കാണോ എന്താണെന്ന് അറിയില്ല. അവരടിച്ചിട്ട് കിട്ടണമില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നാൾ ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഇവിടെ ഇട്ടീന് ഇന്നാൾ, പക്ഷേ ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ ബോണറ്റ് പൊക്കി വെച്ചിട്ടുണ്ടല്ലോ, നല്ല ചൂടുണ്ട് ഉള്ളിൽ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കാം. ഫുഡ് കഴിക്കണമെന്നുണ്ടായിന്, ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഫുഡ് എവിടെയും ഹോട്ടൽ തുറന്നിട്ടില്ല ഓണായിട്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ ഫോണ്. അപ്പോൾ അവിടേക്ക് കുറച്ച് ഹിന്ദിക്കാർ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ചൂണ്ടലിടുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്കും ചെന്ന് നോക്കാം. അവിടെ വല്ല മീനുകളൊക്കെ കിട്ടിയോ നോക്കട്ടെ. കാറിൽ തന്നെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, ബോണറ്റ് നടക്കട്ടെ. ഇത് കണ്ടോ, ഇത് നമ്മളെ അവിടുത്തെ ജംഗ്ഷന്, അവിടെ ജംഗ്ഷനാണല്ലോ, അവിടുത്തെ വേസ്റ്റ് വെള്ളങ്ങളാണ് ഈ വരുന്നത്. നേരെ പുഴയൊക്കെ വരുന്നത്. ബൈക്കൊരു ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കവറിൽ മീനുണ്ടോക്കട്ടെ, കവറിൽ എന്തൊക്കെയുണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ. ഇവിടെ ഒരു കൂട്ടുണ്ട്, അവിടെ ഒരു കൂട്ടുണ്ട്. ചെറിയ ചെറിയ മീനുകളാണ് ഒക്കെ. അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, സഫ്ന, നമ്മളെ ഓണംപിള്ളിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്ക് അതുണ്ടോ. അപ്പോൾ ഞാൻ ലൊക്കേഷനിൽ അടിച്ച് നോക്കിയപ്പോൾ നമ്മളെ പെരുമ്പാവൂർ നെടുമ്പാശ്ശേരിൻ്റെ ഒക്കെ ആ ഭാഗത്തേക്കാണ്. 900 എത്ര ഉണ്ട് കേട്ടോ ക്യാഷ്. ഇവിടുന്ന് പിക്ക് ചെയ്യാൻ 7 കിലോമീറ്റർ ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയൊക്കെ എറണാകുളം ഭാഗത്തേക്ക് എത്തണം. പിന്നെ 900 രൂപ ഉണ്ട്. അപ്പോൾ 13 മിനിറ്റോ എത്ര ഉണ്ട് സമയം. ഞാൻ ആളൊന്ന് വിളിച്ച് പറയട്ടെ. ഇതേ ആൾ വിളിച്ചിട്ട് കോള് പോകണില്ല കേട്ടോ. ഇതിനി നമ്മളെ പ്രശ്നമാണോ എന്താണോ അറിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ ചെന്ന് നോക്കട്ടെ. 13 മിനിറ്റ് ഉണ്ടായിരുന്നു, ഇനി ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഇത് നമ്മൾ ഈ ട്രിപ്പ് എന്തായാലും പോയാൽ നമുക്ക് നല്ല വിഷമാവും. കാരണം അത് നെടുമ്പാശ്ശേരി ആ ഭാഗത്തേക്ക്, മലയാറ്റൂർ ആ ഭാഗം തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ എറണാകുളം ഭാഗത്തേക്ക് ഒന്ന് എത്തിപ്പെട്ടാലേ. ചിലപ്പോൾ ഞാനിത് പേഴ്സണൽ ട്രിപ്പാക്കി കൊണ്ടുപോകും. കാരണം ഇങ്ങോട്ട് പോകാൻ നമുക്ക് വലിയൊരു സുഖം കിട്ടിയിട്ടില്ല ട്രിപ്പ്. അപ്പോൾ ഞാൻ എത്ര റേറ്റ് ആദ്യം ചോദിക്കണം. നമുക്കിപ്പോൾ നിലവിൽ 900 രൂപ കിട്ടുന്ന രീതിയിലാണ് കണ്ടത്.
ഒരു 200 രൂപ 300 രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് ആ റേറ്റ് വാങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഉപകാരപ്പെട്ടോളൂ. ഈ സ്ഥലത്ത് നിന്ന് കേട്ടോ നമുക്ക് നേരത്തെ ട്രിപ്പ് അടിച്ചത്. നമ്മളെ നേരത്തെ ഒരു ട്രിപ്പ് അടിച്ചല്ലോ, ഒരു അഭിരാമി. അപ്പോൾ നമ്മൾ ആദ്യം പോയിന മലമ്മക്ക് പോയിന റോഡാണിത്. അവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വീണ്ടും ആ റോട്ടിൽ തന്നെ പോണത്. ഇനി 2.8 കിലോമീറ്റർ കൂടി ഉണ്ട് പിക്കപ്പ്. ഈ റോട്ടിൽ കൂടി തന്നെ വീണ്ടും തിരിച്ച് പോന്നിട്ട് ഇനി ഈ ട്രിപ്പ് ക്യാൻസൽ ആവുക എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. കാരണം ഇതിലിപ്പോൾ ഒരു വട്ടം നമ്മൾ കാലടിച്ച് മുഴുവൻ ഇവിടെ മൂവാറ്റുപുഴ ജംഗ്ഷനിൽ പോയി നിന്നതാണ്. അപ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ ട്രിപ്പ് കിട്ടിയാൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായി അങ്കമാലി ആ ഭാഗത്തേക്ക് എത്തും. അവിടെ നമുക്ക് എന്തായാലും ചിലപ്പോൾ ട്രിപ്പ് അടിക്കും. ഇത്ര ഒരു പോസ്റ്റ് കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണായിട്ട് കുറേ വണ്ടികൾ ലീവാണ്. അപ്പോൾ ഓട്ടം പോകാനൊന്നും വണ്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പോയ എന്താ അവസ്ഥ അറിയില്ല. ചിലപ്പോൾ ഓടാനും ആൾക്കാരുണ്ടാവില്ല. നോക്കട്ടെ, അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കാം. നമ്മളിപ്പോൾ അവിടെ ഉള്ളത് ഇവിടെ കുന്നത്തേരിൻ്റെ ഏകദേശം അടുത്താണ്. നമുക്ക് ഇവിടെ ആയിരുന്നു ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഒരു 100 മീറ്റർ കൂടി മുമ്പേക്ക് പോയിട്ട് റൈറ്റ് സൈഡിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മളെ മറ്റേ ഇൻട്രസിറ്റി കാലടി ഒരു പാലുണ്ടല്ലോ, കാലടി ഒരു പഴയൊരു പാലുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അവിടുന്ന് നമുക്ക് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. ഈ റോഡ് കൂടി അങ്ങോട്ട് പോയിട്ട് ഒരു 200 മീറ്റർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു വേറെ ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്. 4 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. ഞാൻ ആ കാര്യം മറന്നുക്കണു. അപ്പോൾ ഞാൻ നേരെ നമ്മളെ കുന്നത്തേരി പോയിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. സമയം 4:20 ഫുഡ് കഴിച്ചാണ്ട് നമ്മളെ വഹാബ് മുസ്ലിയാരിൻ്റെ അടുത്ത് പോയി നിൽക്കാമെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ അവിടെ ഒരു ഹമ്പുണ്ട്. ആ ഹമ്പ് ചാടാൻ നേരത്ത് ഊബറിഞ്ഞ് ഓഫ് ചെയ്യുക, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരു ആദിത്യൻ കിടക്കണം. ആദിത്യൻ അപ്പോൾ ട്രിപ്പ് അടിച്ചിക്കണു. ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇന്ന് ഓണായോണ്ടേ വണ്ടികളില്ല. അപ്പോൾ അങ്ങനെ നിൽക്കാണ്. ഞാൻ പിന്നെ വിളിച്ചു നോക്കിയതും ഇല്ല കേട്ടോ. ഒന്ന് വിളിച്ചു നോക്കിയാൽ മതിയായിരുന്നു. കാരണം ഇനി അഥവാ ആൾ മറന്നിക്കാണെങ്കിലും ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി കയറി പോയിണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഇവിടെ തന്നെ ഓടിച്ചാണ്ട് വീണ്ടും ബാക്കിൽ തന്നെ പോകേണ്ടി വരും. ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതെ, ഒരു മോനും അമ്മയും തോന്നുന്നുണ്ട്. ഞാൻ വിളിച്ചു. അപ്പോൾ അവർ ഏതൊരു ബസ് സ്റ്റോപ്പിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 6 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ഇങ്ങനെ ലേറ്റ് ആയത് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ലല്ലോ. കാരണം വണ്ടി കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. ഇന്ന് ഓണായിട്ട് എല്ലാവരും നബിദിനമാണ് ഓണവും പാടാണ്, രണ്ടും പാടാണ്. അപ്പോൾ വണ്ടികൾ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഇപ്പം ഇനി ഇങ്ങനെ കിട്ടണതൊക്കെ ചിലപ്പോൾ പിക്കപ്പ് കൂടാതെ പ്രശ്നം. നമുക്ക് റാപ്പിഡോ ഒന്ന് ഓണാക്കി നോക്കണം. റാപ്പിഡോ ഒന്ന് ഓണാക്കിക്കണോ? ഒന്നും അടിച്ചിട്ടില്ല. ട്രിപ്പൊന്നും കിട്ടിയില്ല. ഈ ട്രിപ്പും പാടെ കഴിഞ്ഞിട്ടൊന്ന് ഓണാക്കണം റാപ്പിഡോ. CNG 3 കട്ടിയും പാടെ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറേ കിലോമീറ്റർ പോയി. ഞാൻ ട്രിപ്പ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം 153 കിലോമീറ്റർ ആയിട്ടുണ്ട് CNG അടിച്ചിട്ട്. അതിലേറെ ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു പെരുമ്പാവൂരൊക്കെ എത്താൻ നേരത്താണ് ഞാൻ ട്രിപ്പ് 0 ആക്കിയത്. ഇന്ന് ഫുള്ള് നല്ല ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഒരു വട്ടം കൂടി CNG അടിക്കേണ്ടി വരും. എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നിർത്തിയിടാം ഫുഡ് കഴിക്കാത്തതുകൊണ്ട്. ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ എന്നിട്ട് വീണ്ടും രാത്രി ആവോളം ഒന്ന് കുറച്ചും കൂടി ഓടാം. എന്നാൽ വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈവനിങ് ആകുമ്പോൾ എല്ലാം കൂടിയാണ് ഇറങ്ങും. അപ്പോൾ ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിർത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി ഓടും CNG അടിച്ചാണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ടോ. നമ്മളിവിടെ അജ്മലിൻ്റെയൊക്കെ റൂമിൻ്റെ അവിടെ പോണ അവിടെയാണ്, മുപ്പത്തടാണ്. അപ്പോൾ 123 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പോൾ അതിന് ശേഷം വേറെ ട്രിപ്പ് അടിച്ചു. അപ്പോൾ ഇവർ ഡെസ്റ്റിനേഷൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ആ സാധനം പോയിട്ട് വേറെ ട്രിപ്പും പാടെ വന്ന്. അതാണ് ഈ ക്യാൻസലായി കിടക്കണത്. ഇപ്പോൾ വേറെ ട്രിപ്പ് കിടക്കുന്നുണ്ട്. കമൻ അങ്ങനെ എന്തോ പേര്. അപ്പോൾ എന്താ വെച്ചാൽ 6 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. 200 രൂപയുടെ ട്രിപ്പാണ്. അത് 10 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ 16 കിലോമീറ്റർ ആയി. 200 രൂപ ഉള്ളൂ. അപ്പോൾ അത് നഷ്ടമാണ്. ഞാൻ ആളെ വിളിച്ചിട്ട് ആളെടുക്കുന്നില്ല. പക്ഷേങ്കിൽ അപ്പോൾ പോവൽ നടക്കൂല. ആളെടുക്കണില്ല. ആളോട് പറയാം, ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്ത് കിലോമീറ്റർ പിക്കപ്പ് കിലോമീറ്റർ കൂടുതലാണ്, അത് നഷ്ടമാണെന്ന് പറയാം. അപ്പോൾ ഓല് എന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ തന്നോട്ടെ. അപ്പോൾ ഓക്കെ. ഒരു 120 രൂപ ഞാൻ 20 രൂപ വെച്ചിട്ട് കിലോമീറ്റർ നോക്കുമ്പോൾ ഓക്കെ. 120 രൂപ കൂട്ടി തരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ആളെടുക്കുന്നില്ല. ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. അതെ, ഞാൻ കസ്റ്റമറോട് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ആൾ പറഞ്ഞു ക്യാൻസൽ ചെയ്ത പൈസ പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏകദേശം ഒരു പരിധിയിലെത്തിയാലേ പൈസ പോവുള്ളൂ, ഇല്ലെങ്കിൽ പോകില്ല പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല എന്നാൾ പോയി പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം എന്നോട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തോട് ചോദിച്ചു. ഓർക്ക് അതിലെന്തോ ഒരു സമാധാനക്കുറവാണ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതൊന്നും കൂടി നമ്മൾ കൂട്ടാൻ പോവാണ്. നമ്മൾ ഊബർ ഇനി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഊബർ ഞാൻ എടുക്കണില്ല. കാരണം നമുക്ക് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്യാൻസലേഷൻ റേറ്റ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും.
ഇതിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പിക്കപ്പ് വർത്ത് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പിക്കപ്പ് റൂട്ട് ആവശ്യമില്ല, ഒരു ക്യാൻസലേഷൻ റേറ്റും കൂടെ വന്നോട്ടെ. ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുക്കണ്ട, കാരണം 3 സർജാണ്, വണ്ടികളില്ലാത്തതുകൊണ്ട് 6 കിലോമീറ്റർ പിക്കപ്പ് വേണ്ട. അടുത്തുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ മതി. അപ്പോൾ ഇനി റാപ്പിഡോ ഓൺ ആക്കട്ടെ. റാപ്പിഡോ ആകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. റാപ്പിഡോ യാത്ര കേട്ടോ, ഇനി ഊബർ കളിയില്ല. അങ്ങനെ അതേതായാലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഊബർ ഓഫ് ചെയ്തിട്ടോ. റാപ്പിഡോ യാത്ര ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ട്രിപ്പ് ഓടിക്കണില്ല, ഇതിന് സർജൊന്നും ഇല്ലാവോ. അത് ഒന്നെണ്ണം അടിച്ച് കിട്ടിയാവോ ഓക്കെ. ഈ റാപ്പിഡോ ഒക്കെ അങ്ങനെ തന്നെ, ഒന്ന് നമ്മൾ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രിപ്പ് തരും. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പ് ഓടിയിട്ട് തന്നെ അല്ലല്ലോ, അപ്പോൾ ഒന്ന് ജീവൻ വെക്കണുള്ളൂ നമുക്ക്. അപ്പോൾ ഇതിന് അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം ബാക്കി പരിപാടി. ഇന്നെല്ലാ ഹോട്ടലും അടവാ, കാരണം ഓണല്ലേ, അവർക്കും കച്ചവടം ഉണ്ടാവില്ല, അപ്പോൾ ആരും തുറക്കൂല. എന്നാൽ ചിലവർ തുറന്നിട്ടുമുണ്ട്. അങ്ങനത്തെ കട ഇവിടെ ഉണ്ടോ നോക്കട്ടെ, 30 ഉണ്ടാവട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടേ ഓടുന്നുള്ളൂ. ഊബറിലാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം എങ്ങനെ വെച്ചാൽ ഒരു ട്രിപ്പ് എടുക്കുമ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് അടിക്കുകയാണ്, വേറെ വണ്ടിയില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ഹോട്ടലുണ്ട്. ഇവിടെ കണ്ടൊരു കുഴിമന്തി, ഇതും ഒരു ഹോട്ടലുണ്ട്, കുറച്ചപ്പുറത്ത് എന്തോ കണ്ട് ഞാൻ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ, ഉള്ളത് എന്താ വെച്ചാൽ കഴിക്കട്ടെ, കാരണം ഇനി ഹോട്ടൽ ഉണ്ടാവില്ല. വേഗം പോയി CNG അടിക്കണം. CNG പമ്പാളൊക്കെ ക്ലോസ് ആയിക്കണമെന്ന് അറിയില്ല. ഫുഡ് കഴിക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. ഒരു മന്തി കഴിച്ചു, അവിടെ ബിരിയാണി ഒന്നും ഇല്ല, മന്തി അൽഫാമിനുള്ളൂ. അപ്പോൾ ഒരു ക്വാർട്ടർ മന്തി കഴിച്ചു. അപ്പോൾ ഇനി ഓണാക്കട്ടെ. റാപ്പിഡോ 0 കേട്ടോ, യാത്രയും 0 ആണ്. യാത്രയിൽ എന്തോ ഒരു സംഭവം വന്നിരിക്കണം കേട്ടോ, അഭിനന്ദനങ്ങൾ കോണ്ടസ്റ്റ് വിജയികൾ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ യാത്രയിൽ ഓടിയ ആൾക്കാരായിരിക്കും. നമുക്കതായാലും അതിന് പറ്റൂല, നമ്മൾ യാത്ര ഓണാക്കലേ ഇല്ല. ഇന്നിപ്പോൾ ഊബറിൻ്റെ എന്താ ഈ അവസ്ഥ നോക്കട്ടെ, സർജ് ഉണ്ടോ നോക്കട്ടെ. നമ്മളെ വണ്ടിയിൽ CNG ഇല്ല, CNG അടിക്കാൻ പോകണം. നല്ല സർജാട്ടോ, ഇങ്ങനെ ഫുള്ള് ചുവപ്പ് കളറായിട്ടുണ്ട്. അപ്പോൾ വണ്ടി എവിടെയും കിട്ടാത്തതുകൊണ്ടേ എല്ലാവരും നാട്ടിൽ പോയിക്കല്ലേ, കുറേ ആൾക്കാർ ഓഫ്ലൈനായി ഉണ്ടാവും. അപ്പോൾ ഇതെന്താ പ്രശ്നം ചോദിച്ചാൽ അടുത്തുള്ള ട്രിപ്പ് തീരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു 3 കിലോമീറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യണ റേറ്റിന് ഫെയർ കൂട്ടണം. ഇതൊന്നും കൂട്ടിയില്ല, നേരത്തെ റേറ്റ് 10 കിലോമീറ്റർ കറക്റ്റ് ഡ്രോപ്പ് ഉണ്ട്, 200 രൂപ. പിക്കപ്പ് 6 കിലോമീറ്ററും, അതൊന്നും പറ്റൂല. അതിന് മുമ്പ് ഒരു ട്രിപ്പ് അടിച്ചു, അതിന് സർജ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്യാൻസൽ ആവുകയും ചെയ്തു. അത് അത്ര 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ പറ്റീനെ. ഇത് റാപ്പിഡോ യാത്ര ആണെങ്കിൽ അടിക്കണമില്ല. നമുക്ക് എന്തായാലും മറ്റേ CNG അടിക്കാൻ പോട്ടെ. അങ്ങനെ യാത്രയിൽ നല്ലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 10.48 കിലോമീറ്ററിന് 253 രൂപ, പിക്കപ്പ് 619. അപ്പോൾ അത് പോയിട്ടാണ് ഡ്രോപ്പ് പിക്ക് ചെയ്യട്ടെ. ഇത് കസ്റ്റമറുടെ പേരെന്താ, നവീനാണ് കേട്ടോ, ഇതുണ്ടോ. അപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. 600. അതിപ്പോൾ 1.8 കിലോമീറ്റർ ആയോ. യാത്ര തട്ടിപ്പാണോ? അല്ലല്ല, അതിൽ കൂടി ഒരു വഴിയുണ്ട്. ഈ വഴിയാണ് യാത്രയിൽ കണ്ടത്. ഇപ്പോൾ ഓക്കെ, 650 ആയി. എന്താ അല്ലേ, വെറുതെ ചുറ്റിക്കണം. ചിലപ്പോൾ ഈ വഴി പോകാൻ പറ്റൂല, കാറ് പോകൂലേക്കാരോ. ഏതാ യാത്ര അടവ് അറിയോ. ഏതായാലും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ റാപ്പിഡോൻ്റെ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. 253 രൂപ. നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ട്രിപ്പായിരുന്നു. 253-ന് 24 രൂപ കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. 18 മിനിറ്റ് കൊണ്ടാട്ടെ നമ്മൾ എത്തിയത്. 10 കിലോമീറ്റർ 10.48 കിലോമീറ്റർ. അപ്പോൾ 253 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്, ഞാൻ ഓഫാക്കിയിരുന്നു. അല്ലെങ്കിൽ നല്ല സൗണ്ട് കേൾക്കും. കസ്റ്റമർ ഉണ്ടാകുമ്പോൾ ഞാൻ നല്ല ട്രിപ്പ് ഉണ്ടാവുമെന്ന് കരുതി. അപ്പോൾ ഇതുവരെ അടിക്കണമൊന്നുമില്ല, ഇപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഊബർ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും സർജ് കാണിക്കുന്നുണ്ട്. ഇത് ഫുള്ള് സർജാണ്, ഫുള്ള് കളറാണ്. പക്ഷേങ്കിൽ എനിക്ക് ഓണാക്കണം എന്നുണ്ട്. പക്ഷേങ്കിൽ ഓണായി കഴിഞ്ഞാൽ ചിലപ്പോൾ പിക്കപ്പ് കൂടും, അതാ പ്രശ്നം. പിക്കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ റേറ്റ് ആണെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു. ഓണാക്കണം എന്നുണ്ട്, പക്ഷേങ്കിൽ എന്താ ഇപ്പോൾ ചെയ്യുക, പിക്കപ്പ് കൂടിയാലാണ് പ്രശ്നം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കി നോക്കാം. പിക്കപ്പ് കൂടിയ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയുക വേഗം ഓഫ്ലൈൻ ആക്കുക. നോക്കട്ടെ കേട്ടോ, ഇപ്പോൾ വരും ട്രിപ്പ്, ഇപ്പോൾ വരും. ഫുള്ള് കളറല്ലേ. അയ്യോ ഇതാ അടിക്കണ തൃപ്പൂണിത്തറക്ക് 35 കിലോമീറ്ററോ തൃപ്പൂണിത്തറക്ക്. അടുത്ത് അടിച്ചോപ്പത്തിന് എന്ത് സംഭവം? അത് റിസർവേഷൻ ട്രിപ്പാ. ഇതെന്ത് സംഭവം? ആകെ പോയല്ലോ. ഇതിപ്പോൾ എന്താ ആയത്? ഏതപ്പോൾ ഈ ട്രിപ്പ് എവിടേക്കാണ് അടിച്ചേ? ഇത് 3 പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ അടിച്ച ലാസ്റ്റ് അടിച്ച ട്രിപ്പാണ്. മറ്റേ 700 റുപ്യേൻ്റെ ട്രിപ്പ് എവിടെ പോയി? ഇത് നഷ്ടമൊന്നുമില്ല, 20 രൂപ വെച്ചിട്ട് കിട്ടും. ഞാൻ 8 കിലോമീറ്റർ നോക്കി പിക്കപ്പും ഡ്രോപ്പും പാടെ 6.90 എത്ര ഉള്ളു ടോട്ടൽ കിലോമീറ്റർ. ഞാൻ 8 വെച്ച് കൂട്ടുമ്പോൾ 20 രൂപ വെച്ചിട്ടുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യണ്ടേ? ഞാൻ അവരാദ്യം വിളിച്ച് പറയാം, കാരണം 12 മിനിറ്റ് ഉണ്ട്.
അവർ ക്യാൻസലാക്കിയാലും നമുക്ക് നഷ്ടമാവും. അപ്പോൾ അവരൊന്ന് വിളിച്ച് പറയട്ടെ ആദ്യം. നമുക്ക് നഷ്ടമായി. ഇപ്പോൾ ഒരു 140 രൂപയുടെ യാത്ര അടിച്ചു. 1.5 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇത് ലാസ്റ്റ് ഊബറിൻ്റെ ട്രിപ്പ് ലാസ്റ്റാട്ടോ. കാരണം ഊബർ നഷ്ടമാണ്, പിക്കപ്പ് കൂടുതലാണ് ഊബർ. അപ്പോൾ ഇനി എന്തായാലും എടുക്കണില്ല. ഇത് ഒരു ലേഡിയാണ്, ഫുൾ ഇംഗ്ലീഷ്, പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ലാസ്റ്റ് 14 മിനിറ്റ് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. എന്നോട് എന്തായാലും വരാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും അത് പോയിട്ടാണ് പിക്ക് ചെയ്യട്ടെ. ഇതിൽ കാണിക്കണത് 4 കിലോമീറ്ററാണ്. പക്ഷേങ്കിൽ 2 കിലോമീറ്ററിൽ ഒരു വഴിയുണ്ട്, നമ്മുടെ കിൻഡർ ഹോസ്പിറ്റലിൻ്റെ ആയി കൂടി ഒരു ചെറിയ വഴിയുണ്ട്. അതിൽ പോയിട്ട് പിക്ക് ചെയ്യുക. യാത്രയിൽ ഇപ്പോൾ ഒരു നല്ല ട്രിപ്പ് അടിച്ചിട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല, കാരണം ഈ ട്രിപ്പിലാണല്ലോ. അപ്പോൾ ഇനി യാത്ര റാപ്പിഡോ മതി. ഊബർ നഷ്ടമാണ്. ഊബർ അടുത്തുനിന്നുള്ള അടിക്കണില്ല. പിന്നെ മറ്റേ ട്രിപ്പ് ഉണ്ടല്ലോ, ഒരു 700 രൂപയുടെ ട്രിപ്പ്, ഞാൻ വീഡിയോയിൽ നോക്കി. അപ്പോൾ അത് 3 മണിക്കൂറിന് റിസർവേഷൻ ട്രിപ്പാണത്. അതൊക്കെ എടുത്തിക്കണമെങ്കിൽ ലോക്കായി. കാരണം 3 മണിക്കൂറിന് പിന്നെ നമ്മൾ ലോക്കാണ്. അത് ആ കസ്റ്റമർ ബുദ്ധി കളിക്കണതാണ്. കാരണം വണ്ടി കിട്ടാത്തതുകൊണ്ടേ ഞാൻ അവിടെ പോയാൽ ചോറ്റാനിക്കരക്കാണ് ഇട്ടിക്കണേ. അതിലെത്ര 35 കിലോമീറ്റർ ഇൻക്ലൂഡിങ് ആണ്. പിന്നെ ഉള്ള കിലോമീറ്ററിന് എക്സ്ട്രാ ചാർജ് ആവും. അപ്പോൾ അങ്ങനെയാണ് റിസർവേഷൻ ട്രിപ്പ്. അപ്പോൾ ആൾ ഫുള്ള് ബുദ്ധി കളിച്ചിക്കണേ. ഒറ്റ വണ്ടി മതിയല്ലോ അപ്പോൾ റിസർവേഷൻ ട്രിപ്പ് ബുക്ക് ചെയ്താണ്ട്. മറ്റേ ട്രിപ്പ് ബുക്ക് ചെയ്യുമ്പോൾ 10 പൈസ ആവും. ആ ട്രിപ്പ് കിട്ടാത്ത എന്തായാലും ഭാഗ്യമായി. റാപ്പിഡോ ഇനി ഓഫ് ചെയ്യണില്ല. ഒരു ട്രിപ്പ് അടിഞ്ഞു പോട്ടെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചത്ത് കിടക്കാൻ തോന്നുന്നില്ല. ഇനി വല്ല അപ്ഡേഷനും ഉണ്ടോയെന്നാവോ. ഏതായാലും ഈ ഊബറിൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഊബർ ഓഫ് ചെയ്യാൻ നടക്കില്ല. ഇതിപ്പോൾ തന്നെ ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റേത് പിക്ക് ചെയ്ത ഉടനെ അടുത്ത ട്രിപ്പ് അടിക്കും. നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഊബറായി നമ്മളെ പറ്റിച്ചു. ഈ ട്രിപ്പ് ഞാൻ ആ ചെറിയ ട്രിപ്പാണ് എഴുതിയിട്ടാണ് ആളത്തേക്ക് പോയത്. പക്ഷേങ്കിൽ ഇതാണ് നമുക്ക് ആദ്യം വന്ന റെൻ്റൽ ട്രിപ്പ് ഉണ്ടല്ലോ, 3 മണിക്കൂറിന് നമ്മൾ ലോക്കായി. 9:03 സാധനം കഴിയുക. ചോറ്റാനിക്കരക്കായിരുന്നു. ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 21 കിലോമീറ്റർ ഉണ്ടായിരുന്നു, അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം ഞാൻ പെട്ട്. ഊബർ ഞാൻ ഇനി എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ എടുത്തത് നമ്മളെ ലോക്കാക്കി. വരുന്ന വഴിക്ക് റാപ്പിഡോയിൽ 2 വട്ടം അടിച്ചു. യാത്രയിൽ ഒരു ട്രിപ്പ് തന്നെ എത്ര വട്ടം അടിച്ചാൽ അറിയോ, ആരും എടുക്കാത്തതുകൊണ്ട്. 257 രൂപയുടെ ട്രിപ്പൊക്കെ ആയിരുന്നു. 9 കിലോമീറ്റർ, 9.8 കിലോമീറ്റർ. എന്തായാലും ഇപ്പം നമുക്ക് തൃപ്തിയായി. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഞാനിതിങ്ങനെ ക്ലോസ് ചെയ്യാൻ നിൽക്കായിരുന്നു ഈ ട്രിപ്പ്. അപ്പോൾ ഇതിങ്ങനെ ക്യാഷ് കളക്ട് ചെയ്യാൻ നിൽക്കായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ട്രിപ്പ് ക്ലോസ് ചെയ്യില്ല, ഇത് റെൻ്റലാണ് പറഞ്ഞത്. എന്തോ അപ്ഡേറ്റ് ചെയ്തു. ഇത് എവിടേക്കുള്ളതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് അത് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതാണ്. സ്കിപ്പ് വേണ്ടല്ലോ അതൊന്നും സംഭവം. സ്കിപ്പ് അപ്പോൾ ഇനി എടപ്പള്ളിക്കായിരിക്കും. അത് എടപ്പള്ളിക്കാണ് കേട്ടോ. ഇത് ഇപ്പോഴാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്യണത്. നമ്മൾ പെട്ട്. ഏതായാലും ഇപ്പം ഇനി ഓല ഇറങ്ങട്ടെ. എപ്പോഴും ഇറങ്ങാമെന്നാവോ. മറ്റേ അമ്പലത്തേക്കാണ് പോയിക്കണത്. എന്തായാലും സമയം എടുക്കും. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ഇപ്പോൾ ഞാൻ ഈ ട്രിപ്പ് ചോറ്റാനിക്കര എത്തുന്നതിന് മുമ്പ് ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഊബറിൻ്റെ ട്രിപ്പ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് എൻ്റെ ആയപ്പോൾ അവർ ഓൺലൈനാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ. നമുക്ക് വലിയ ലാഭം ഉണ്ടായിട്ടില്ല. 39.48 കിലോമീറ്റർ ഓടി, 2 മണിക്കൂർ കൊടുത്തു. അപ്പോൾ 800 കറക്റ്റ് 800 രൂപ നഷ്ടമല്ല, അങ്ങനത്തെ രീതിയിലാണ് കിട്ടിയിരിക്കണേ. പിന്നെ ഇതെന്താ 31 ട്രിപ്പ് പേയ്മെൻറ്റ്, അതെന്താ സംഭവം, സർജിൻ്റെ തോന്നിട്ട് കേട്ടോ. പിന്നെ 1037 രൂപയാണ് വാങ്ങിയത്, 810 നമുക്ക് കിട്ടി. ബാക്കി 200 രൂപ കമ്മീഷൻ പോയിട്ടുണ്ട്. മറ്റേതിപ്പോൾ എന്താ സർജിൻ്റെ പൈസയും തോന്നുന്നുണ്ട് കൂടിയത്, 227 രൂപ ഊബറിൻ്റെ കമ്മീഷൻ പോയി. ഇപ്പോൾ നമ്മളെ പത്തരിപ്പാലം CNG പമ്പിലാട്ടുള്ളത്. CNG വാണിംഗ് എത്തിയിട്ടുണ്ട്, പക്ഷേങ്കിൽ പെട്രോൾക്ക് മാറിയിട്ടില്ല. 219 കിലോമീറ്റർ ഓടിയുണ്ട്. നമ്മൾ CNG അടിച്ചതിന് ശേഷം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെയാണ് ട്രിപ്പ് 0 ആക്കിയത്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന്, ഇൻട്രസിറ്റിയും കാര്യങ്ങളൊക്കെ പോയോണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ക്ലോസ് ചെയ്തത് 8:05 സമയം. ഇപ്പോൾ 9 മണിക്ക് 9:10 ട്രിപ്പ് കഴിയേണ്ടത്. അങ്ങനെ കഴിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിരുന്നു. പിന്നെ ഇന്ന് CNG അടിച്ചിട്ട് കുറച്ചും കൂടി ഓടണം എന്നൊക്കെ കരുതിയിരുന്നു, പക്ഷെ നടന്നില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് മരടിലെത്തിയിട്ടുണ്ട് കേട്ടോ. സമയം 12:15 ആയിട്ടുണ്ട്. ഊബറിലോടി, പിന്നെ യാത്രയിലോടി, റാപ്പിഡോയിലോടി. ഇപ്പോൾ ഊബറിൽ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനൊന്ന് മിനിമൈസ് ചെയ്താണ്ട് ഇതാക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊല്ലംകുടിമകൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. 12:15. അപ്പോൾ ഇപ്പോൾ കുറേ മാച്ചുകൾ അടിക്കുന്നുണ്ട്. 8 കിലോമീറ്റർ പിക്കപ്പ്, 2 കിലോമീറ്റർ ഡ്രോപ്പൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി നേരെ പോണ വഴിക്ക് വല്ല ട്രിപ്പ് അടിക്കുന്നുണ്ടാകട്ടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ. സമയം 12:50 ആയിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഊബറിൻ്റെ നമ്മളെ സമയം കഴിയുന്നത്. അതായത് നമ്മൾ ഊബർ ഓണാക്കുമ്പോൾ അവരിങ്ങനെ കാണിക്കും, ഇതുണ്ടോ 56 മിനിറ്റും കൂടി നിങ്ങൾക്ക് ഇനി ഓൺലൈനിലാവാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി
പിന്നെ 6 മണിക്കൂറിന് ഓഫാവും. അങ്ങനത്തെ ഒരു സംഭവം. 14 മണിക്കൂർ ഒരു ദിവസം സമയം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. കഴിയുക പറഞ്ഞാൽ ഇനി ഒരു 57 മിനിറ്റ് കൂടി. ഇതുണ്ടോ, ഇത് കുറയുക, ഇത് കൂടുക, അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറും കൂടി ഇനി ഊബർ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ ഊബർ ഓഫ് ചെയ്ത് യാത്രയിൽ നിന്ന് ഓടിയത് 423 രൂപ കേട്ടോ. റാപ്പിഡോയിൽ ഓടിയത്. റാപ്പിഡോ ഓഫ്ലൈൻ ആക്കട്ടെ. അല്ല, യാത്രി കേട്ടോ, സോറി, യാത്രയിൽ 423 രൂപക്കും റാപ്പിഡോയിൽ എത്ര? റാപ്പിഡോ 0 ആയിട്ടുണ്ട് കേട്ടോ. കാരണം അത് 12 മണിക്ക് ശേഷം ഇന്നത്തെ ദിവസമായി. അപ്പോൾ ഇതിൽ ഇന്നലെ ഓടിയത് ഓർഡർ 5-ാം തീയതി ഓടിയത് 387. അപ്പോൾ ഇതും ഓഫ്ലൈൻ ആക്കട്ടെ. ഊബർ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 നൂഡിൽസും വാങ്ങിയിട്ട് പോന്നിട്ടുണ്ട്. നമ്മൾ ഒരു 4 മണി സമയത്താണ് ഫുഡ് കഴിച്ചത്, മന്തി. അപ്പോൾ ഇനി നൂഡിൽസിൽ ഒതുക്കാം. മരടിന്ന് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 200 സംതിങ്ങിൻ്റെ ഒരു ട്രിപ്പ്. തൃപ്പൂണിത്തറക്കാണ് അടിച്ചത്. അപ്പോൾ ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ തൃപ്പൂണിത്തറക്ക് അടിച്ചത്. അപ്പോൾ പിക്കപ്പ് 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി, എനിക്ക് പോകാൻ താല്പര്യമില്ല, വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ട് കുറേ പോയി. പിന്നെ പിക്കപ്പ് ഒരു 7 കിലോമീറ്റർ ആയി. അപ്പോൾ ഞാൻ കസ്റ്റമറെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ബുക്ക് ചോദിച്ചു. അതെന്തിനാ ക്യാൻസൽ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിക്കപ്പ് കൂടുതലാണ്. അതിനെന്താ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമുണ്ട്, പിക്കപ്പിന് പൈസ കിട്ടൂല, പൈസ തരും. അപ്പോൾ അയാൾ കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ തരുമോ ചോദിച്ചു, പിക്കപ്പിന് പൈസ തരുമോ ചോദിച്ചു. അതൊക്കെ നമുക്ക് സെറ്റാക്കി, ഇങ്ങോട്ട് വാ, വന്നിട്ട് കൂടി, പിന്നെ വാട്ടോ, വന്നിട്ട് കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് ഇത് എവിടുക്ക ഡ്രോപ്പ് എടുക്കുക ചോദിച്ചു. കാരണം ആദ്യം തൃപ്പൂണിത്തറക്കാണ് അടിച്ചത്, പിന്നെ എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റേറ്റ് കൂടി. അപ്പോൾ ഞാൻ ഇനി വല്ല കാക്കനാട്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല, പിക്കപ്പ് ഇനി 4 കിലോമീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് റൂമിലേക്ക് പോരണല്ലോ. അപ്പോൾ ആൾ പറഞ്ഞ് ഒന്ന് തൃപ്പൂണിത്തറക്ക് ഒന്ന് മരടുക്കുകയാണ് പറഞ്ഞു. അപ്പോൾ നടക്കൂല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചോദിച്ചു. ഇല്ല, ഞാൻ ക്യാൻസൽ ചെയ്യില്ല, നീ ഇവിടെ വാ, വന്നിട്ട് കൂടി പറഞ്ഞിട്ട് ഓൻ കട്ട് ചെയ്ത്. പിന്നെ ഞാൻ 2 മിനിറ്റ് അവിടെ ഇങ്ങനെ ആലോചിച്ച് നിന്ന്. പിന്നെ ഞാൻ പോകാൻ നിന്നില്ല. കാരണം എന്താണെന്നോ, ഓണത്തിൻ്റെ ദിവസമാണ്. 12 സംതിങ് ആയിട്ടുണ്ടായിരുന്നല്ലോ സമയം. ഒക്കെ വെള്ളം അടിച്ചാണ്ട് പൂസായി നിൽക്കേക്കരം. അതിൻ്റെ അടിയിൽ എളുപ്പം പിക്കപ്പിന് പൈസ തരാം, മറ്റേത് പൈസ തരാമെന്നൊക്കെ പറയും. അപ്പോൾ ഈ ട്രിപ്പ് എടുക്കാൻ എന്നാൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയൊന്നുമില്ല, അതങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയേണ്ടി വരും. ഇനി ട്രിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നല്ല രീതിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലും ഓന് റിപ്പോർട്ട് ചെയ്യുക, മോശമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഓനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇനി വെറുതെ ഓരോ വള്ളി പിടിക്കണ്ട, ഒരു 200 റുപ്യക്ക് വേണ്ടിയിട്ട് ഞാൻ നേരെ പോന്നു. അപ്പോൾ ഒരു പാലാരട്ടം ഫ്ലൈ ഓവർ എത്തിയപ്പോൾ ആൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കരുതി കുറേ വിളിക്കും, പിന്നെ എടുത്തിട്ടില്ല എന്നിട്ട് ഈ മെസ്സേജിൽ വന്ന് കുറേ തെറിയൊക്കെ പറയുന്നു കരുതി. അപ്പോൾ ഒന്നും ഉണ്ടായില്ല. ഒരു വട്ടം കോൾ ചെയ്തു, ഞാൻ എടുക്കാക്കണ കണ്ടപ്പോൾ ആൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. സ്പോട്ടിൽ എനിക്ക് എടുക്കാൻ ട്രിപ്പ് അടിച്ചാൽ ഇടത്തരക്ക് ട്രിപ്പ് അടിച്ചു, ആലുവ. ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടത് ഇവിടെയാണ്, എൻ്റെ റൂമിൻ്റെ അവിടെ. വണ്ടി ആളില്ലാത്തതുകൊണ്ട് ഡെസ്റ്റിനേഷനൊന്നും അവർ നോക്കണില്ല. അതും അതേപോലെ തന്നെ ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടുകൊണ്ടല്ലേ എഴുതിയിട്ടാണ് ആ ട്രിപ്പ് ഇതാവുന്നത്. പിന്നെ നമ്മൾ അക്സെപ്റ്റ് റേറ്റ് പോകും. ഇപ്പോൾ തന്നെ ക്യാൻസലേഷൻ റേറ്റ് 3 ആയിക്കണേ, അക്സെപ്റ്റ് റേറ്റ് 97 ആയി. അപ്പോൾ ഞാൻ ആ ട്രിപ്പ് എടുത്ത് അതും ഞാൻ അങ്ങനെ ചെയ്ത് അത് ആൾ ക്യാൻസൽ ചെയ്ത്. ഇപ്പോൾ എല്ലാം ഓഫ്ലൈൻ ആയിട്ടുണ്ട്. 12:54 അതിൻ്റെ സമയം. അപ്പോൾ ഏതായാലും ഇനി പോയി കിടന്നുറങ്ങട്ടെ. നാളെ ഇനി ഒരു ഉച്ചക്കാവാൻ നേരത്തെ നമ്മൾ ഇറങ്ങുള്ളൂ. കാരണം 12:55 ആയി. ഇനിയിപ്പോൾ പോയി കുളിക്കലും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മൊബൈലുമൊക്കെ കളിച്ചിട്ട് ഉറങ്ങുമ്പോഴത്തേന് എന്തായാലും 2 മണി 3 മണിയൊക്കെ ആവും. പിന്നെ രാവിലെ അലാറം വെക്കണ പരിപാടിയൊന്നുമില്ല, എപ്പോഴാണ് എണീക്കണോ ഉറക്കം കഴിഞ്ഞിട്ട്. പിന്നെന്താണെന്നോ, ഇന്ന് ഓണം കഴിഞ്ഞതല്ലേ, ഇന്നൊക്കെ ഫുള്ള് ചാടിക്കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിൽ നാളെ ഇനി ഉച്ചക്കൊക്കെ എല്ലാവരും നീക്കുള്ളൂ. അപ്പോൾ രാവിലെ ചിലപ്പോൾ ട്രിപ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്, അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ നാളെ ഉച്ചക്കാവും വർക്കിന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്.